ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശത്തിൽ ഞങ്ങൾ തയ്യാറാക്കി റെഡ് സ്റ്റാർ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പ്രതിക്കൂട്ടിൽ എന്ന കഥയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ആശീർവാദത്തോടു കൂടി ഞങ്ങളുടെ ഈ ചെറിയ കഥാപ്രസംഗ പരിപാടി ആരംഭിക്കട്ടെ. രാഷ്ട്രപിതാവിൽ നെഞ്ചിനെ പിളർത്ത ഹിന്ദു വർഗീയ ഫാസിസമേ, തകർത്തോ നിങ്ങളീ പിറന്ന നാടിനെ പോലും, തകർത്തോ നിങ്ങളീ പിറന്ന നാടിനെ പോലും. മതേതരത്വ ഭാരതത്തിൻ അഭിമാന സ്തംഭമായി ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ മുതൽ സംഗമായി തലയുയർത്തി നിന്നിടുന്ന നാടികൾ കുടങ്ങളെ തകർത്തു 1992 ഡിസംബർ മാസം 6-ാം തീയതി അയോധ്യയിലെ ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് ഒരു കൂട്ടം ഹിന്ദു വർഗീയവാദികളാൽ തകർക്കപ്പെട്ടു. ഈ സംഭവത്തിൽ ഇന്ത്യയുടെ മതേതര മനസാക്ഷി വേദനിച്ചു. കാലത്ത് 11 മണിക്ക് ആരംഭിച്ച പള്ളി തകർക്കലിന് നേതൃത്വം കൊടുത്തുകൊണ്ട് BJP-യുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ശിവസേന RSS എന്നീ വർഗീയ കക്ഷിയുടെ നേതാക്കൾ ആ സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും ആ പള്ളിയുടെ 3 താഴികക്കുടങ്ങളും തകർന്ന് നിരത്തി വീണു. പള്ളി വിളിച്ച അക്കൽസേവകർ ഭ്രാന്തന്മാരെ പോലെ ഓടി വരുന്നു. അവരുടെ മുദ്രാവാക്യം വിളിച്ചിരുന്നു, എന്നാർത്തട്ടഹസിച്ചുകൊണ്ട് വരുന്ന അക്കൽസേവകരെ BJP നേതാക്കൾ മാലയിട്ട് സ്വീകരിച്ചു. രാത്രി 8 മണിയായപ്പോഴേക്കും ബാബരി പള്ളി തകർത്തു എന്നുള്ള വിവരം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളും മാഫിയ സംഘം കള്ളന്മാർ കൊള്ളക്കാരും അഴിചാടി നമ്മുടെ ഇന്ത്യ രാജ്യം വർഗീയാഗതിയിൽ ആളിക്കത്തുകയാണ്. ഇന്ത്യ മഹാരാജൻ കുടലക്കളമായി മാറി എങ്ങും ബന്ധങ്ങൾ കുന്നുകൂടി, ഇന്ത്യ മഹാരാജൻ കുടലക്കളമായി മാറി എങ്ങും ബന്ധങ്ങൾ കുന്നുകൂടി. വിഭജനക്കാലത്ത് പോലും നടക്കാത്ത നിഷ്ഠൂര കൃത്യങ്ങൾ ഇന്ത്യ കണ്ടു. ചുറ്റുവന്നെത്രയോ മനുഷ്യരെ ക്രൂരമായി ഒട്ടേറെ മനുഷ്യന്റെ തലയെടുത്തു. വെട്ടിയും കുത്തിയും കൈകാലുകൾ ഛേദിച്ചും കുട്ടികളെ പോലും ആ ദുഷ്ടർ കൊന്നു. വെട്ടിയും കുത്തിയും കൈകാലുകൾ ഛേദിച്ചും കുട്ടികളെ പോലും ആ ദുഷ്ടർ കൊന്നു. മനുഷ്യത്വം മരവിച്ച തമ്മാടി കൂട്ടങ്ങൾ മതിമറന്നട്ടഹാസം മുഴക്കി. കുടിലുകളിൽ കൂട്ടമായി കയറിയ സ്ത്രീകളെ പിടികൂടി റോട്ടിൽ ഇറക്കി നിർത്തി. പേടിച്ചരണ്ടോടും പാവമ സ്ത്രീകളെ ഓടിപ്പിടിച്ചവർ നഗ്നരാക്കി. പിന്നീട് കാട്ടാള ചെയ്തുള്ള വിക്രിയകളൊക്കെയും നീലചിത്രങ്ങളാക്കി. പിന്നീട് കാട്ടാള ചെയ്തുള്ള വിക്രിയകളൊക്കെയും നീലചിത്രങ്ങളാക്കി. അന്നുവരെയുള്ള സമ്പാദ്യമൊക്കെയും പിന്നീട് കാട്ടാള കൊള്ള ചെയ്തു. നാണം മറയ്ക്കാൻ ഒരു തുണി പോലും മാറ്റി വയ്ക്കാതെ അവർ കൊണ്ടുപോയി. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കൊള്ളക്കാർ മാഫിയ സംഘങ്ങൾ ഒത്തുകൂടി. കൊള്ളയും കൊലയും കവർച്ച നടത്തുവാൻ ഒത്താശ ചെയ്തു നിറാവു സർക്കാർ. കൊള്ളയും കൊലയും കവർച്ച നടത്തുവാൻ ഒത്താശ ചെയ്തു നിറാവു സർക്കാർ. കള്ളന്മാരും കൊള്ളക്കാരും വർഗീയ ഫാസിസ്റ്റ് ശക്തികളും രാജ്യത്തുള്ള ആളുകളെ പിടിക്കുകയും വെട്ടുകയും കൊല്ലുകയും അവരുടെ വസ്തുക്കളെ കവർന്നെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട, അവരെ നിലനിർത്തേണ്ട, പോലും നിർത്തേണ്ട പോലീസും പട്ടാളവും ആ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വർഗീയ ഫാസിസ്റ്റുകൾക്കും കൂട്ടുതന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ കഥ നടക്കുന്ന നമ്മുടെ ഗ്രാമത്തിലെ നമ്മുടെ മമ്മദ്ക്കട ചായക്കടയിലേക്ക് തിരിച്ചു പോകാം. തീയതികളിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബന്ധു ഹർത്താലുമായതുകൊണ്ട് 10-ാം തീയതിയാണ് നമ്മുടെ മമ്മദ്ക്ക ചായക്കട തുറന്നത്. സാധാരണ സുബഹി നമസ്കരിച്ച് വരാനുള്ള നമ്മുടെ ബീരാങ്കാക്ക അന്നൊരു 10 മണി സമയത്ത് ആ ചായക്കടയ്ക്ക് നടന്നു വന്നു. അദ്ദേഹം ആ ചായക്കട കയറി മമ്മദ്ക്ക ഒരു ചായ ഒഴിച്ച് ബീരാങ്ക് കൊടുത്തു. ബീരാങ്കാക്ക ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ലീഗിന്റെ നേതാവും സ്ഥലത്തെ പൗരപ്രധാനുമായ പോക്കർ ഇങ്ങോട്ട് കയറി വന്നത്. മമ്മദ്ക്ക് ഒരു ചായ ഒഴിച്ച് പോക്കറും കൊടുത്തു.
രണ്ടുപേരും ചായ ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ മുഹമ്മദ് ബാക്കിയുള്ള ഗ്ലാസും പ്ലേറ്റും എല്ലാം മുറിക്കുമ്പത്തി ബീരാങ്ക ഇരിക്കുന്ന ബെഞ്ചിൽ വന്നിരുന്നു. എന്നിട്ട് നാട്ടിൽ നടന്ന സംഭവത്തെപ്പറ്റി നമ്മുടെ മുഹമ്മദ് അങ്ങനെ പറയാൻ തുടങ്ങി. ബീരാങ്ക, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നാടാണ് നമ്മളെ കേരളം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കേരളത്തിലാണല്ലോ ബീരാങ്കാക്ക 19 മനുഷ്യന്മാർ മരിക്കാനിടയായ വർഗീയലഹള നടന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ നമ്മളെ നാടിനെ പറ്റിയല്ല ആലോചിച്ചത്. അങ്ങ് വടക്കേ ഇന്ത്യയിൽ റബ്ബുൽ തമ്പുരാനെ എന്തൊക്കെ നടന്നിരിക്കുന്നു അങ്ങനെ ആലോചിച്ചിട്ട് ഇന്നലെ സത്യത്തെ പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ബീരാങ്ക. അതങ്ങനെ പറഞ്ഞു പിടിക്കുമ്പോഴാണ് നമ്മുടെ പോക്കിലിടപെട്ടത്. ബീരാങ്ക, നമ്മൾക്ക് അങ്ങനെ വിഷമിക്കണ്ട. ഈ അക്രമം കാണിച്ചോൻ ആരായാലും ശരി അവരുടെ പേരിലൊക്കെ കർശനമായ നടപടിയെടുക്കുന്നു നമ്മളെ കുഞ്ഞാലിക്കുട്ടി മന്ത്രി ഇന്നലെ കോയാമൂലി അവിടെ കൂടി മീറ്റിങ്ങിൽ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ നിങ്ങൾ പേടിക്കണം? അത് ഏത് സുജായാലും ശരി സർക്കാർ വെറുതെ വിടൂല. എന്താ ബീരാങ്ക അങ്ങ് തിരിച്ചു കയറി? എൻ്റെ ഉറപ്പ് കേട്ടപ്പോൾ ചിരിച്ചു ചെയ്ത എൻ്റെ മന്ത്രിൻ്റെ ഉറപ്പേ കേട്ടാ പോക്കരെ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. എൻ്റെ മന്ത്രി പറഞ്ഞ സംഭവം നമ്മൾ നേരിട്ട് കണ്ട് ഏത് കഴിഞ്ഞ് നമുക്ക് വലിയ ഭാഗ്യപ്പി മൂപ്പര മുഖം നോക്കാൻ നടപടി. അതായത് ഈ കുഴപ്പം നടന്നപ്പോൾ പോലീസുകാർ ഈ അക്രമം നടക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് കയ്യോടെ പിടിച്ചു കുറെ കുട്ടികളെ ഓലെ പോലീസ് സ്റ്റേഷൻ കൊടുക്കുക. അപ്പം ഞാനും നമ്മളെ കേശന്മാരോട് എങ്ങനെ പോയി പോലീസിൽ എന്തിന് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളെ കുട്ടികളെയും കുറച്ച് പിടിച്ചുകൊണ്ടേ പോലീസ് ഒരാളാണല്ലോ. ആ വൈദ്യങ്ങളെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഞാനും കേശന്മാരോട് ആ കോലായിൽ അങ്ങനെ ഉലാത്തുമ്പോഴാണ് ഇവരെ പോലീസുകാർ പിടിച്ചു കൊടുക്കുന്നത്. ഒക്കെ നമ്മളറിയണ കുട്ടികളാണ്. ഓലെങ്ങനെ ജീപ്പൊന്നും ഏതൊന്നും കിടപെട്ടവരെങ്കിൽ ഇറങ്ങിയപ്പോൾ കയ്യിൽ ബടിയും കത്തിയും ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓലൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ ഔത്ത് കണ്ട് കയറിപ്പോയി. കേട്ടുകണ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പം കണ്ടിരുന്ന അതിൻ്റെ ഔത്തുനിന്നൊരു ഫോൺ വിളി. SIക്കാണ്. ആരാ വിളിച്ചത്? SIന്റെ കണ്ണുപോറും സ്ഥലം കണ്ടപ്പോൾ നമുക്ക് തിരിഞ്ഞ് മന്ത്രിയാ, ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചിട്ട് SIനോട് പറയാണ്, ഇപ്പോൾ വീട് പിടിച്ചു വെച്ചിട്ടുള്ള കക്ഷികളൊക്കെയുമേ നമുക്ക് എത്രയും വേണ്ടപ്പെട്ടവരായിട്ടുള്ള മിത്രങ്ങളാണ് കേട്ടി, മിത്രങ്ങളാണ് കേട്ടി. ഒട്ടുമേ വൈകാതെ വിട്ടയച്ചിട്ടുടൻ നിശ്ചയച്ചിടണം എന്നിട്ട് പ്രൊട്ടക്ഷൻ നൽകിയിട്ടാണ് എല്ലാവരെയും വീട്ടിൽ കൊണ്ടാക്കിയിടണു, വീട്ടിൽ കൊണ്ടാക്കിയിടണു. മന്ത്രിന്റെ ആ നിർദ്ദേശം വന്ന പോലീസ് ഒരു മിനിറ്റ് വൈകാതെ അവരൊക്കെ വാനിൽ കയറ്റി ചായയും വീടും ചീക്കോട്ടൊക്കെ മായി കൊടുത്ത് അവരെ കൂടി കൊണ്ടാക്കി. എന്റെ പോക്കരെ അതൊക്കെ ഞങ്ങൾ കണ്ടതാ. പക്ഷെ ഒരു കാര്യം സത്യമാക്കി പറഞ്ഞത് ഏത് മൂപ്പര് മുഖത്ത് നോക്കാതെയാണ് ഈ നിർദ്ദേശം കൊടുത്തത്. എന്തിനാണ് പോക്കരെ ഇതൊക്കെ നമ്മളെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതല്ല. എൻ്റെ ഒരു മന്ത്രി അതിൻ്റെ ഒരു ബടായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാമൻ യൂത്ത് കോൺഗ്രസ് നേതാവ് രാമൻ കൂടെ ഒന്ന് കയറുന്നു. സാധാരണ ബീരാങ്ക കണ്ട രണ്ട് കാച്ചുമാര് രാമൻ രാഷ്ട്രീയ കാര്യം പറഞ്ഞിട്ടേ അകത്ത് പോകും. പക്ഷെ ഇന്ന് രാമൻ ഒന്നും മിണ്ടിയില്ല. നേരെ ചായക്കട അകത്ത് കയർന്ന് ആ ചായക്കടയ്ക്കകത്തുള്ള വടക്ക് ഭാഗത്തുള്ള ബെഞ്ചിൽ എവിടെ ഇരുന്നു. മുമ്പക്ക ഒരു സ്ട്രോങ് രാമ കയറിപ്പതി ബീരാങ്ക കണ്ടു. അവനങ്ങനെ വെറുതെ വിടാൻ ബീരാങ്ക തീരുമാനിച്ചിട്ടില്ല. അല്ല രാമ, അല്ലോ ഇന്ന് നല്ല നമ്മളെ കണ്ട എനിക്ക് ഒരു വധപ്പളകരാണല്ലോ. ഒന്നും എന്തേപ്പത് ഇവിടെ ഇല്ലായിരുന്നവാ കുറേ എന്നെ കണ്ടിട്ട് ഈ കരസൽ കങ്ങാനും പോയാ മൂന്തിയായ സ്വഭാവം അതാണ്. അല്ല ഈ ഇവിടെ നടന്ന സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ലേ? അല്ല ഇവിടെ നടന്നൊന്നും അറിഞ്ഞിട്ടില്ലേ ഈ? അല്ല രാമ, ബാബരിപ്പള്ളി കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന എൻ്റെ കരുണാകരൻ പറഞ്ഞ് ഇപ്പൊ അതാണ്ട് പൊളിച്ചല്ലോ. ഇപ്പൊ മൂപ്പര് 6 മണിയാണ് കാക്കുന്നത്. ബീരാങ്കാക്ക ഇനി നമ്മളെ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? ഇനി പ്രധാനമന്ത്രി തന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ബീരാങ്ക, അത് ആ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ പണിയാ. അയാളൊരു താന്ന ജാതിക്കാരനാ. അല്ല അത് നമുക്ക് അറിയണം മൂപ്പർ ജാതി എന്താണ്. അല്ല ബീരാങ്ക, അതിന് തക്കതായ പണി നമ്മളെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടില്ലേ? എന്ത് 4 BJP സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട് വർഗീയ കക്ഷികളെ മുഴുവൻ നിരോധിച്ച് അതുപോലെ ബീരാങ്ക. അല്ല ബീരാങ്ക, ഈ വർഗീയ കക്ഷികളെ നിരോധിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? മോനെ, ആ കൂട്ടത്തിൽ എൻ്റെ ഈ കോൺഗ്രസിനൂടെ നിരോധിച്ചില്ലല്ലോ എന്നപ്പം എൻ്റെ സങ്കടം. അതെന്താ ബീരാങ്ക? അല്ല അതങ്ങനെ നിരോധിച്ചാൽ അതൊക്കെ താനെ ഒഴിഞ്ഞു പോയിക്കോളും. അതുകൊണ്ട് അല്ല ബീരാങ്ക, അത് നിങ്ങൾ ആദ്യമേ പറയാൻ തുടങ്ങിയതാ. എന്ത് കോൺഗ്രസ് പിരിച്ചു വിടണം, കോൺഗ്രസ് മോശമാണ്. അത് ഈ മാർക്സിസ്റ്റുകാർ വളരെ മുമ്പ് പറയാൻ തുടങ്ങിയത്, ഇപ്പം തുടങ്ങാൻ തുടങ്ങിയതല്ല. അത് പടച്ചോനെ എൻ്റെ മോനെ രാമ, കോൺഗ്രസ് പിരിച്ചു വിടണമെന്ന് മാർക്സിസ്റ്റുകാരല്ല പറഞ്ഞത് കേട്ടോ. അമ്മതെ കോൺഗ്രസ് പാർട്ടി പിരിച്ചു വിടണമെന്ന് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ആദ്യം പറഞ്ഞത് നമ്മളെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. സ്വാതന്ത്ര്യം നേടിയെടുക്കുകയെന്ന ലക്ഷ്യം വെച്ച് സ്ഥാപിച്ചതാണ് നേഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യം നേടിയെടുത്തു കോൺഗ്രസ് ജനസേവ സംഘമായി മാറണം. കോൺഗ്രസ് ജനസേവ സംഘമായി മാറണോ. മഹാത്മാഗാന്ധി അത് പറയാനുള്ള കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങാനാണ് കോൺഗ്രസ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കിയത്.
ആ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിയ ആ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഭരണാധികാരത്തിൽ വന്നാൽ ആ ഭരണം നിലനിർത്താൻ ജാതിമത വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് നമ്മളെ രാജ്യം നശിപ്പിക്കും എന്ന് നമ്മളെ മഹാത്മാഗാന്ധി ആദ്യം കണ്ട് ഇപ്പൊ തിരിഞ്ഞ അതാണ് മൂപ്പരുത്തി വിരിച്ചുവിട്ട് ലോകസേവാ സംഘാക്കി മാറ്റണം എന്ന് പറഞ്ഞത്. അല്ലാതെ മാർക്സിസ്റ്റല്ല. ബീരാങ്കാക്ക അതിന് ഈ സംഭവം കോൺഗ്രസ് നമ്മൾ എന്ത് ബന്ധാ? ഏത് ഈ ബാബരിപ്പള്ളിയും കോൺഗ്രസ് നമ്മൾ എന്ത് ബന്ധാണ്? ഇതാ യു പിയിലെ മുസ്ലിങ്ങളും ബി ജെ പിയും തമ്മിലുള്ള തർക്കല്ലേ ബീരാങ്കാക്ക? അടച്ചോനെന്റെ രാമ, അനക്ക് എന്ത് തിരി? അനക്കൊന്ന് കേൾക്കണോ? കോൺഗ്രസ് ആണ് ഇതിലെ ഒന്നാം പ്രതി. അതായത് പഞ്ചാബിൽ ബിന്ദ്രൻ പാലേനെ വളർത്തിയെടുത്തതുപോലെ വോട്ടിനും സീറ്റിനും അധികാരത്തിനും വേണ്ടിയാണ് മോനെ രാമ പോക്കരെ കോൺഗ്രസ് ഈ അപകടം ഉണ്ടാക്കിയത്. ഏത് അപകടം? ഈ ബാബരിപ്പള്ളി. അനക്ക് കേൾക്കണം. അതൊരു പഴയ കഥയെ. അല്ല, ഈ പഴയ കഥ കേൾക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ പുതിയ കുട്ടികളാണല്ലോ. അതായത് എനിക്ക് നിർബന്ധമാണെങ്കിൽ 2-3 പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. 1949 മോനെ ഇതിന്റെ തുടക്കം. 1949 ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ വഴിവിട്ട പോക്കിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. മൂപ്പര് സാധാരണ കോൺഗ്രസ് അല്ല, പാർലമെന്റ് മെമ്പർ, എം പി. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ മൂപ്പര് എം പി സ്ഥാനം ഒഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ കുഴപ്പം നടക്കണ ബാബരി പള്ളി ഉൾക്കൊണ്ട അയോധ്യയിലെ ഫൈസാബാദ് മണ്ഡലം, അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് ലോകസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ കേൾക്കണ്ടല്ല, ഇടക്കൊന്ന് മൂള് അപ്പോഴേ നമുക്ക് പറയാൻ ഒരു സുഖമുള്ളൂ. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് അങ്ങോട്ട് നോമിനേഷൻ കൊടുത്തു. അതോടുകൂടി കോൺഗ്രസ്സുകാരാകെ ബേജാറായി. എന്നാ പോരെ പണക്ക് അതല്ലേ കാരണം സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിട്ട് ഈ നരേന്ദ്രദേവ് ഫൈസാബാദ് ലോകസഭാ മണ്ഡലത്തിൽ വിജയിച്ചു പോയാൽ പിന്നെ യു പിയിൽ കോൺഗ്രസ് ഇല്ല. അതുകൊണ്ട് നമ്മളെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വലിയ വലിയ പള്ളയന്മാരൊക്കെ ഉണ്ടല്ലോ, തലക്കണി വെക്കണം പല പള്ളേന്റെ ജാതി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കോൺഗ്രസിൽ. അവരൊക്കെ ഒത്തുകൂടിയിട്ട് എങ്ങനെങ്കിലും ഈ നരേന്ദ്രദേവനെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ അവിടെ ഒത്തുകൂടിയത്. എന്നിട്ട് കോൺഗ്രസ് ഉന്നത നേതാക്കന്മാർ കൂടിയിരുന്നവർ ചർച്ച നടങ്ങി അടവുകൾ സകലമെടുത്തു നരേന്ദ്രനെ തോൽപ്പിക്കണം. അതിനായി ഹിന്ദു വോട്ടുകൾ മുഴുവൻ തട്ടാൻ പദ്ധതി കാണണം, പദ്ധതി കാണണം. കണ്ടുപിടിച്ചവർ രാഘവദാസൻ ഒരു സന്യാസിയെ സ്ഥാനാർത്ഥിക്കാൻ കൊണ്ടു നടന്നവർ മണ്ഡലമാകെ വോട്ടിനു വേണ്ടി. അങ്ങനെ രാഷ്ട്രീയത്തിൽ ജാതി മതക്കളി അന്നു തുടങ്ങി, അന്നു തുടങ്ങി. എന്ത് മനസ്സിലായി? ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായ ഫൈസാബാദിലെ ഹിന്ദുക്കളെ വോട്ട് കിട്ടാൻ വേണ്ടി നമ്മളെ കോൺഗ്രസ് രാഘവദാസ് എന്ന് പേരുള്ള ഒരു കള്ള സന്യാസിനെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തി. ആ സന്യാസിനെയും കൊണ്ട് നമ്മളെ കോൺഗ്രസ്സുകാർ ഫൈസാബാദ് മണ്ഡലം മുഴുവൻ നടന്നു. മുമ്പിൽ സന്യാസി, അല്ലല്ലാ സന്യാസി എന്ന് പറഞ്ഞാൽ ജടാവലക്കലും താടിയും മീശി കമണ്ടലും യോഗദണ്ഡും എല്ലാം കൂടി ആ മനുഷ്യൻ മുമ്പിൽ. സ്വാമി വോട്ട് വയ്ക്കില്ല, സ്വാമി ഇങ്ങനെ അനുഗ്രഹിക്കുക. അതിന് പിന്നിൽ 10 കോൺഗ്രസ് വോട്ട്. അങ്ങനെ ഈ സ്വാമീനെ ഫൈസാബാദ് മണ്ഡലം മുഴുവനും കൊണ്ട് നടന്നിട്ടും കോൺഗ്രസിന് വിശ്വാസം വരില്ല. കാരണം കള്ളത്തരാണോ ചെയ്തത്? ഈ സന്യാസിനെ കാണിച്ചിട്ടും ഹിന്ദുക്കളെ വോട്ട് മുഴുവൻ കിട്ടുമോ എന്നൊരു സംശയം ആർക്ക്? കോൺഗ്രസിന്. അതാണല്ലോ നമ്മളെ കോൺഗ്രസ് സ്വഭാവം, എപ്പോഴും സംശയമുള്ളൂ. അവർക്കറിയാലോ ശരി. അങ്ങനെ നമ്മളെ സ്വാമീനെ കൊണ്ട് നടന്നത് കൂടാതെ തന്നെ ഹിന്ദുക്കളെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ കോൺഗ്രസ് ഈ അപകടം ഉണ്ടാക്കിയത്. ഏത് അപകടം? ഈ ബാബരിപ്പള്ളിൻ്റെ അകത്ത് ശ്രീരാമന്റെ വിഗ്രഹം കൊണ്ടുപോയി വെച്ച് ഈ അപകടം. അങ്ങനെ കോൺഗ്രസ് ഈ പള്ളിൻ്റെ അകത്ത് രാമന്റെയും സീതയും ലക്ഷ്മണനും വിഗ്രഹം കൊണ്ട് വെക്കാനും അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർപെടുത്താനും തമ്മിൽ തെറ്റിക്കാനും തീരുമാനിച്ചു. അതിന്റെ പിന്നെ പ്രവർത്തിച്ച നേതാവ് അന്നത്തെ യു പിയിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഗോവിന്ദ വല്ലഭ പന്ത് എന്ന് പറഞ്ഞ വലിയ പന്ത്. മൂപ്പരാ നേതാവ്. എന്നാൽ നമ്മളെ മുഖ്യമന്ത്രി യു പിയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പന്ത് നേരിട്ടല്ല ഉരുണ്ടത്. മൂപ്പരൊരാളെ ഏൽപ്പിച്ചു. ആരെ? അന്നത്തെ ഫൈസാബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു കെ നായരാണ് ഈ പണിയൊക്കെ നടത്തിയത്. ഒരു ദിവസം രാത്രി നമ്മളെ നായരും കുറെ RSSകാരും കുറെ കോൺഗ്രസ്സുകാരും കൂടി ഈ വിഗ്രഹം എൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചു. എന്നാ പോരെ, പിറ്റേ ദിവസം തുടങ്ങിയില്ലേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ല്. ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിച്ചിരുന്ന അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ല്. അമ്പലാണ് പള്ളിയാണ്, അമ്പലാണ് പള്ളിയാണ്. ചുരുക്കി പറഞ്ഞ എൻ്റെ മോനെ രാമ, എല്ലാ ഹിന്ദുക്കളും ഒരു കണ്ടം കൂട്ടില്ല നമ്മളെ സന്യാസിക്ക് ചെയ്തു. സന്യാസി ജയിച്ച് അങ്ങോട്ട് പോയി. എവിടേക്ക്? പാർലമെന്റിൽ. അപ്പൊ അതാണ്. എന്നാണ് ഈ സംഭവം എനിക്ക് തിരിയോ?
ഇത് കൊണ്ടുവച്ചത് അതാ കേൾക്കേണ്ടത്. 49 ബാബരി പള്ളിക്കുള്ളിൽ ശ്രീരാമന്റെ വിഗ്രഹം കൽപ്പിച്ചു കൂട്ടി മറ്റാരും കാണാതെ രാത്രിയിൽ കൊണ്ടുപോയി വെക്കുന്നേ. പള്ളിയെല്ലാം പരമാണെന്നുള്ളൊരു കള്ളപ്രചാരം പരത്തുന്നേ. പഹയന്മാർ കൊണ്ടുപോയി വെച്ച വിഗ്രഹം കലഹങ്ങളേറെ വിരക്കുന്നേ. ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ ബന്ധുക്കളായെന്നും വൈരാഗ്യമില്ലാതെ ഒത്തുകഴിഞ്ഞോരെ ശത്രുക്കളാക്കുന്നേ. ജാതിമത പേരുകൾ തമ്മിൽ തല്ലിക്കുന്നേ. വോട്ടുകൾ തട്ടിയിടുന്നേ. കോൺഗ്രസിന്റെ സന്യാസി ജയിച്ചിടുന്നേ. വോട്ടുകൾ തട്ടിയിടുന്നേ. കോൺഗ്രസിന്റെ സന്യാസി ജയിച്ചിടുന്നേ. 49 ബാബരി പള്ളിക്കുള്ളിൽ ശ്രീരാമന്റെ വിഗ്രഹം കൽപ്പിച്ചു കൂട്ടി മറ്റാരും കാണാതെ രാത്രിയിൽ കൊണ്ടുപോയി വെക്കുന്നേ. സന്യാസി പാർലമെന്റിൽ പോയി. അപ്പൊ നമ്മളെ നായരാണല്ലോ അതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് ആ നായർക്ക് ഒരു പ്രത്യുപകാരം ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മളെ നായർ മൈസൂർ ചോക്കൻ രാജിവെച്ച് ജനസംഘ സ്ഥാനാർത്ഥിയായിരുന്നു വൈശാബാദ് മണ്ഡലത്തിൽ. എല്ലാ കോൺഗ്രസ്സുകാരും നമ്മളെ നായർക്ക് വോട്ടിരുന്ന നായരും പോയി എവിടേക്ക് MP ആയി ജയിച്ചു പോയി. പക്ഷേ മൈസൂർ ഉദ്യോഗൻ രാജിവെക്കുന്നതിന് മുമ്പേ നമ്മളെ നായരെന്ത് ചെയ്തു? ഈ ബാബരി പള്ളി പൂട്ടി സീലി വെച്ചു. എന്നാൽ അതിൻ്റെ ഔത്ത് കൊണ്ടുപോയി വെച്ച രാമന്റെ സീതന്റെ ലക്ഷ്മണന്റെ വിഗ്രഹം എടുത്ത് പുറത്ത് വെച്ചോ? അതൊട്ട് ചെയ്തതുമില്ല. അങ്ങനെയാണ് മോനെ രാമ മുസ്ലിങ്ങൾക്കാണ്ട് കടക്കാനും അവിടെ നിസ്കരിക്കാനും പറ്റാതായത്. ഇപ്പൊ എനിക്ക് തിരിഞ്ഞോ? അതാണ് അതിന്റെ സത്യം. ഇതൊക്കെ ഉണ്ടായി തീർന്ന് കോൺഗ്രസ് എന്ന് പറയാനുള്ള കാരണത. വീരാങ്കാക്ക ഇത് ശുദ്ധമുള്ളു ശുദ്ധമുള്ളു അതെന്താ അങ്ങനെ തീരുമാനിച്ച്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ വീരാങ്കാക്ക? കോൺഗ്രസ് ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രതിപക്ഷങ്ങളെ നോക്കിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇപ്പൊ അന്നാളെ ഒരു ലോറിക്ക് ഒരു പൂച്ചക്കുട്ടി കുടുങ്ങിയിട്ട് നിങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടി എന്തെല്ലാം കുരുപാടുണ്ടാക്കി. അയ്യ ബറക്കല്ല ഞാൻ പറഞ്ഞുതരാം, ഞാൻ വിട്ടുപോയതാണ്. എന്നാ എതിർപ്പുണ്ടായി മോനെ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എതിർത്തു. ആരാണ് എതിർത്തത്? രാഷ്ട്രീയത്തിൽ ജാതിമതം കലർത്തുന്ന ഈ നീച പ്രവൃത്തിക്കെതിരായിട്ട് എതിർപ്പ് വന്നത് എവിടെ നിന്നറിയോ? അതാ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ ഫൈസാബാദിലെ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അക്ഷയ ബ്രഹ്മചാരി എന്ന സന്യാസിയാണ് ഇത് എതിർത്തത്. സന്യാസിമാര് നല്ല നല്ല സന്യാസിമാരിലുള്ള ഈ ഹിന്ദുക്കളെ കൂടുതൽ അനക്ക് കേൾക്കണം. ഈ ദുനിയാവിലെ സർവ്വ മനുഷ്യന്മാർക്കും ക്ഷേമം വരാൻ വേണ്ടി ആ ഹിമാലയത്തിലെ കൊടുന്തണുപ്പിൽ പോയി തപസ് സന്യാസിമാരുണ്ട്. എന്നാൽ കള്ള സന്യാസി വേറെയുണ്ട്, കോൺഗ്രസ് സന്യാസി വേറെയുണ്ട്, BJP സന്യാസി വേറെയുണ്ട്. ലീഗിന് പിന്നെ സന്യാസി ഇല്ല. അങ്ങനെ ഭയപ്പുണ്ട്. ഇപ്പൊ നോക്ക്, നമ്മൾ അയോധ്യയിൽ ചന്ദ്രസ്വാമി ഒരു ഹോമം, മറ്റേ BJP സ്വാമി എതിർപ്പ്. നോക്കണം, ഹിന്ദുക്കൾ തന്നെ ഹോമത്തിന് ഹോമം തന്നെ. ആ കാര്യം നമ്മൾ പറഞ്ഞൊരു കുൽമാല് വേണ്ട. ഇനിയിപ്പോൾ അത് വീരാങ്കാക്ക ഹോട്ടലിൽ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾ പലർക്കണ്ട. അവിടെ ഞാനത് പറയുന്നില്ല. അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ? അങ്ങനെ എതിർത്ത സ്വാമീനെ കോൺഗ്രസ്സുകാരനെ എതിർക്കാൻ തുടങ്ങി. ഇത് ഫൈസാബാദിലെ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അക്ഷയ ബ്രഹ്മചാരി എന്ന സന്യാസിയാണ് കോൺഗ്രസിന്റെ ഈ പോക്കിന് എതിർത്തത്. അതിന് ആ സന്യാസി എതിർക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരനെ കല്ലും വടിയും കത്തിയേറ്റ് ഇയാളെ പിന്നിൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം നമ്മളെ സന്യാസി പ്രചരണം കഴിഞ്ഞ് വന്നപ്പോൾ ആ സന്യാസിന്റെ ആശ്രമം അങ്ങനെ തീക്കത്തുന്നു. ആരാ തീ കൊടുത്തത്? നമ്മൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ്. ചുരുക്കി പറഞ്ഞാൽ മോനെ രാമ, ആ ഗാന്ധിയനായ സന്യാസിക്ക് തടി കിട്ടാൻ വേണ്ടി അയോധ്യയിൽ നിന്ന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അതാണ് ഈ സാധനം. ഏത് സാധനം? ഈ കോൺഗ്രസ്. അത് തിരിഞ്ഞിക്കടാ. അത്ര മുന്തിയ മുതലായി ചരക്ക്. അതാ ഞാൻ പറയാൻ കാരണം. അത് മനസ്സിലായി. ഞാൻ അതൊന്ന് കുറിച്ചാട്ടെ. കള്ളക്കഥകൾ പലതും അതിന്റെ പിന്നിൽ കൂട്ടിച്ചേർത്താണ്. മുസ്ലിം ഹിന്ദു സഹോദര തമ്മിൽ ശത്രുതയേറെ വെറുത്താണ്. ഇത് കണ്ടെന്ന് പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റു മസ്ജിദ് കൂട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിച്ചേ. ഇത് കണ്ടെന്ന് പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റു മസ്ജിദ് കൂട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിച്ചേ. പള്ളിയാണ് അല്ല പള്ളിയാണ് അമ്പലമാണെന്ന് പറഞ്ഞാൽ അന്ന് മുതൽക്ക് തുടങ്ങി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലി. അന്നത്തെ നമ്മളെ പ്രധാനമന്ത്രി ആരാന്ന് നമുക്കറിയോ? നമ്മളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ഈ തർക്കം മൂത്തപ്പോൾ മൂപ്പര താക്കോലിൻ്റെ മകനാണ് വോട്ടി കേൾക്കണം. മൂപ്പര് താർക്കും സുഖമായിട്ട് ഊരി വെച്ചാല് നമ്മളെ നെഹ്റു മൂപ്പർ പറഞ്ഞത് അവിടെ കിടന്നോട്ടെ. ഈ പള്ളിയില്ലാത്തതുകൊണ്ട് നിസ്കാരം മുടങ്ങൂല, ഈ അമ്പലമില്ലാത്തതുകൊണ്ട് പൂജ്യം മുടങ്ങൂല, അവിടെ കിടക്കട്ടെ. ആര്? നമ്മളെ നെഹ്റുവിന് അങ്ങനെ ഒരു പൗറുണ്ടായിരുന്നു. നമ്മളെ നെഹ്റു ജീവിച്ചിരിക്കുന്ന കാലത്ത് മൂപ്പര് സർക്കാരിന്റെ കാശോ സ്വന്തം കാശോ കൊടുത്തിട്ട് മൂപ്പര് ഒരു അമ്പലത്തിലോ പള്ളിക്കോ പോയിട്ടില്ല മോനെ പോക്കരെ. ഇപ്പോഴല്ലേ നമുക്കൊരു പ്രധാനമന്ത്രി അല്ലല്ല ഒരു തണിമത്തൻ എത്ര കോടി ഉറുപ്പിയാണ് അല്ലല്ല ഈ അമ്പലത്തിലും പള്ളിയിലും കയറി ചെലവാക്കുന്ന എനിക്ക് വല്ല കണക്കുണ്ടോ? അപ്പൊ നമ്മളെ നെഹ്റു ആ വക കാര്യം ചെയ്യാത്ത നല്ല മനുഷ്യരാണ്. അതുമാണ് നമ്മൾ പറയാം. അങ്ങനെ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ശാസ്ത്രിയും നന്ദയും ഇന്ദിരാഗാന്ധിയും ഇന്ത്യ ഭരിച്ചൊരു കാലത്തും ഫാസിസ്റ്റുകൾ ഈ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി നടന്നപ്പോൾ ഇന്ത്യ നശിക്കും ഇവരുടെ പോക്കിൽ എന്നത് കണ്ടിട്ട് ഇന്ദിരയും
അച്ഛനെടുത്തൊരു ഗൗരവമായ തീരുമാനം തന്നെ ഇക്കാര്യത്തിൽ തൽക്കാലം കൈക്കൊള്ളുന്നേ. അച്ഛനെടുത്തൊരു ഗൗരവമായ തീരുമാനം തന്നെ ഇക്കാര്യത്തിൽ തൽക്കാലം കൈക്കൊള്ളുന്നേ. ശാസ്ത്രിയും നന്ദിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ നമ്മൾ ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോഴും ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോഴും ഈ വർഗീയവാദികള് ഇത് അമ്പലാണ് ഞങ്ങൾക്ക് തുറന്നിറന്ന് പറഞ്ഞ് സിന്ദാബാദ് വിളിച്ചു. പക്ഷെ ഇന്ദിരാഗാന്ധിയെ തുറത്തു കൊടുത്തില്ല. ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു ഇവരെ പോക്ക് നല്ല പോക്കല്ല, ഈ BJP-കാരുടെ പോക്ക്, ഇത് നമ്മളെ നാട് നശിപ്പിക്കും, അതുകൊണ്ട് അച്ഛൻ്റെ തീരുമാനം തന്നെയാണ് നല്ല തീരുമാനം എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ദിരാഗാന്ധിയെ തുറന്നു കൊടുത്തില്ല. ചുരുക്കി പറയാ, നമ്മൾ ഇന്ദിരാഗാന്ധിന്റെ മരണത്തിന് ശേഷം ആരാണ് നമ്മൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി വന്നത്? ഇന്ദിരാഗാന്ധിയുടെ മോനെ. ഏത് മോൻ? എനിക്ക് വിവരമുണ്ടോ നമുക്ക് നോക്കണല്ലോ. രാജീവ് ഗാന്ധി. അല്ല, വേറെ കുട്ടി ഉണ്ടാവും നമ്മൾ ഇന്ദിരാഗാന്ധിക്ക്, സഞ്ജയ് ഗാന്ധി. അങ്ങളെല്ലാരും ഒഴിവാക്കി. ഇപ്പൊ കോൺഗ്രസ്സുകാര് അയാളെ വർത്താനം കൊണ്ടില്ല, ഏത് പక్క തലയിലും വെക്കൂല, നിലത്തും വെക്കൂല. അല്ലോ എങ്ങനെ പോയിട്ട് ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതെ ഞാൻ പറയാൻ കാരണം ലോകത്തിന് നല്ല ചെയ്യാത്തൊരു ഓർക്കൂലാരും എന്നാ പോരെ പണിക്ക്. അപ്പൊ നമ്മൾ എന്തേ പറഞ്ഞു, നമ്മൾ ഈ വിഷയത്തിൽ കിടക്കുക. രാജീവ് ഗാന്ധി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി വന്ന കാലത്താണ് മോനെ ഈ അപകടത്തിന് തിരികൊളുത്തി. ഏത് അപകടത്തിന്? ഇതപ്പൊ ഈ ബാബരിപ്പള്ളിയുടെ പ്രശ്നത്തിൽ, അതായത് 1986 എൻ്റെ ഓർമ്മ. 1986 ഷാബാന ബീഗം കേസ് എന്നൊരു കേസ് കേട്ടിട്ടുണ്ടാവും. അതായത് ഷാബാന ബീഗം എന്ന് പറഞ്ഞ പെണ്ണിനെ ഓളെ മാപ്പിള മൊഴി ചൊല്ലിയപ്പോൾ ചെലവ് കിട്ടണം എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താല് ഷാബാന ബീഗം എവിടെ? സുപ്രീം കോടതിയിൽ. അങ്ങനെ ഷാബാന ബീഗത്തിന് ചെലവിന് കൊടുക്കണം എന്നൊരു വിധി വന്നു സുപ്രീം കോടതിയിൽ നിന്ന്. അപ്പൊ അത് രാജീവ് ഗാന്ധി വന്നണ്ടേ? എനിക്ക് തോന്നിയാൽ പോരല്ലോ. രാജീവ് ഗാന്ധി തോന്നിയാൽ അത് ശരിയല്ല. കെട്ടിത്തീർത്താൽ പിന്നെ അപ്പടനെ മാപ്പിള ചെലവിന് കൊടുക്കുന്നത് മോശമാണ്, ആ പടനെ ചെലവ് കൊടുക്കേണ്ടത് ഓളെ ബാപ്പയാണെന്ന് രാജീവ് ഗാന്ധി തോന്നി. എന്നാ പോരപ്പെടുക്ക്. അങ്ങനെയാണ് ആ ബില്ലിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ രാജീവ് ഗാന്ധി പാർലമെന്റിൽ ഒരു ബില്ല് കൊടുന്ന് പാസ്സാക്കിയത്, ജീവനാംശ ബില്ല്. എന്തിനാണ് രാജീവ് ഗാന്ധി അത് കൊടുന്ന് എനിക്ക് തിരിയോ? അതാണ് പറഞ്ഞ് മുസ്ലിം യാഥാസ്ഥിക മതമൗലികവാദികൾ വോട്ട് കിട്ടാൻ. അതോടുകൂടി നമ്മളെ ഹിന്ദു വർഗീയവാദികൾ ഇളകി. രാജീവ് ഗാന്ധി മുസ്ലിം മൗലികവാദികൾക്ക് അടിമപ്പെട്ടതാ, രാജ്യത്തെ കുഴപ്പത്തിലാക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി പിന്നെയും പൊടിച്ചു. എങ്ങനെയാ പൊടിച്ചത്? അതോടുകൂടി നമ്മളെ ഹിന്ദു വർഗീയവാദികൾ ഇളകി. രാജീവ് ഗാന്ധി മുസ്ലിം മൗലികവാദികൾക്ക് അടിമപ്പെട്ടതാ, രാജ്യത്തെ കുഴപ്പത്തിലാക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി പിന്നെയും പൊടിച്ചു. എങ്ങനെയാ പൊടിച്ചത്? പടച്ചിറബേ എന്നല്ല, മൂപ്പരെ നമ്മൾ പറഞ്ഞ ഞമ്മക്ക് ഹിന്ദുക്കളെ വോട്ട് കിട്ടുമോ, നമ്മൾ പരാജയപ്പെടുവോ എന്നാര്? രാജീവ് ഗാന്ധി. അങ്ങനെ മോനെ രാമ പോക്കരെ, ഹിന്ദു വർഗീയവാദികളെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ രാജീവ് ഗാന്ധി ഈ പള്ളി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് തുറന്നു കൊടുത്തത്. എന്തിനു വേണ്ടി? ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടിൽ കണ്ണും നട്ടെന്ന് ആരാധിക്കാൻ ഹിന്ദുക്കൾക്കായി പള്ളി തുറന്നു കൊടുക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടിൽ കണ്ണും നട്ടെന്ന് ആരാധിക്കാൻ ഹിന്ദുക്കൾക്കായി പള്ളി തുറന്നു കൊടുക്കുന്നു. വർഗീയതയുടെ ദുർഭൂതത്തെ ഇന്ത്യയിലാകെ അരിഞ്ഞാടാൻ, വർഗീയതയുടെ കോൺഗ്രസ് നോക്കണം. ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടിൽ കണ്ണും നട്ടെന്ന് ആരാധിക്കാൻ ഹിന്ദുക്കൾക്കായി പള്ളി തുറന്നു കൊടുക്കുന്നു. ഈ പള്ളി ഹിന്ദു വർഗീയവാദികൾക്ക് തുറന്നു കൊടുക്കാൻ മറയാക്കി പിടിച്ചത് നമ്മുടെ രാജീവ് ഗാന്ധി ഒരു കീഴ്ക്കോടതി വിധിയാ. കേൾക്കുന്നുണ്ടാ? ഇടക്കിടക്കുന്ന മൂള് അപ്പോഴേ നമുക്കൊരു വർത്തമാനം പറയാം. അതായത് അന്ന് ഫൈസാബാദ് കോടതിയിൽ സരപ്പം പോലത്തെ ഒരു അറസ്റ്റുകാരൻ ജഡ്ജി വന്നു, കൊത്തിയ ബസറങ്ങാത്ത ജാതി. മൂപ്പരെന്ന് UP ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരോട് ചോദിച്ചു, ഈ പള്ളി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്താൽ രാജ്യത്ത് കുഴപ്പമുണ്ടാവുമോന്ന്. അപ്പൊ അന്നത്തെ കോൺഗ്രസ് സർക്കാർ പറഞ്ഞു, നിങ്ങൾ തുറന്നു കൊടുക്കാൻ അനുവദിച്ചോളൂ, ഇവിടെ കുഴപ്പമുണ്ടാവില്ല. നോക്കണം, അന്ന് ആ സർക്കാർ അത് തുറന്നു കൊടുക്കണ്ട, നെഹ്റു കൂട്ടിയിട്ട പള്ളിയാണെന്നൊരു ഒറ്റ വർത്തമാനം പറഞ്ഞാൽ എത്ര അന്നായിരുന്നു മോനെ? ഈ 4 ഈ കുഴപ്പം ആയിട്ടുണ്ടാവുമോ? അങ്ങനെയാണ് ഈ പള്ളി തുറന്നു കൊടുത്തത്. പോട്ടെ, ഇതിപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇതുകൂടി പറയണല്ലോ. 1961 ഇത് സംബന്ധിച്ചൊരു കേസുണ്ട് ഫൈസാബാദ് കോടതിയിൽ. ആര് കൊടുത്തതാ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും.
വിശ്വഹിന്ദു പരിഷത്തുകാരും മുസ്ലിങ്ങൾ ഇത് സംബന്ധിച്ചൊരു കേസ് കൊടുത്തു. വിശ്വഹിന്ദു പരിഷത്തുകാർ പല നിലവാരത്തിലുള്ള ഹർജിയും കൊടുത്തു കോടതിയിൽ. ആ കൊടുത്ത ഹർജിയിലൊന്നും ബാബർ അവിടെ അമ്പലം പൊളിച്ചാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് അവർ എഴുതിയിട്ടില്ല. എന്നാ പോരെ, അതാണ് പോഖരയിലെ സത്യം. എന്തിനാണ് വീരാങ്കാക്ക അത് ചെയ്തത്? നമ്മൾ കോടതിയിൽ ഹർജി കൊടുക്കുമ്പോൾ നമ്മൾ കാരണം ഇതുണ്ട്, അങ്ങനല്ലേ നമ്മുടെ നാട്ടിലെ ഒരു മര്യാദ. വീരാങ്കാക്ക അതിന്റെ ആവശ്യമില്ല. അതെന്താ രാമ, അത് ഹിന്ദുക്കളുടെ വിശ്വാസമല്ലേ? എല്ലാം പോലെ രാമ, ഞാൻ ചോദിക്കട്ടെ, ഈ 4 മുറി പീടി എന്റെതാ, എന്റെ വിശ്വാസം, നമ്മൾ വിട്ടുവോ? അതാ പറഞ്ഞത്. അങ്ങനെ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ കേരളം ആരുതാ? ഞങ്ങൾ ഹിന്ദുക്കളത് പേലസ് കിട്ടും. നമ്മളെ കേരളത്തിന്റെ ജമീൻ നികുതിയും കൊടുക്കേണ്ട ഏക അവകാശി നമ്മളെ പാലക്കാട് സുന്ദരം പട്ടറ. അതല്ലേ നമ്മളെ ചരിത്രം. അതായത് പരശുരാമൻ നിറഞ്ഞൊരു ചങ്ങായി കടലിൽ മകറിഞ്ഞപ്പോ പൊന്തി വന്നാണ് കേരളം എന്നും മൂപ്പരത് ഒട്ടാകെ ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു എന്നാണ് നമ്മളെ വിശ്വാസം. ഇജ്ജ് കൊടുക്കുക. ഒന്ന് ആലോചിക്കുക, എന്തിനാ രാമ ഞാൻ പറഞ്ഞാൽ കുറച്ച് കയറിപ്പോ ഞാൻ പറഞ്ഞു കേട്ടിക്ക്. അത് മാത്രമല്ല, 988 ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി നമ്മളെ കേന്ദ്ര സർക്കാർ നേരിട്ടൊരു വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്ത് തല അന്വേഷണം? വകുപ്പ് തല അന്വേഷണം. അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരും പുരാവസ്തു ഗവേഷകന്മാരും ചരിത്ര പണ്ഡിതന്മാരും അവരും ഇവരും കൊട്ടിയും പട്ടിയും കുട്ടിയും എല്ലാം കൂടി എവിടെ എത്തിയത്? അയോധ്യയിൽ. എന്നിട്ട് അന്നോട് പറയാൻ കോത്തിക്കാളെ ചാരിച്ച് ധരിച്ച് പൊടിച്ച് പരിശോധിച്ച് അവർ റിപ്പോർട്ട് കൊടുത്തു. ആർക്ക്? കേന്ദ്ര സർക്കാരിന്. ആ റിപ്പോർട്ടിൽ അവർ എഴുതിയിട്ടുണ്ട്, ഈ തർക്ക സ്ഥലത്ത് രാമൻ ജനിച്ചതായിട്ട് ഞങ്ങൾക്ക് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. ആ തെളിവ് നമ്മൾ കണ്ടില്ല, കടലാസ് നമ്മൾ കണ്ടില്ല, സർക്കാർ പൂത്തി. നമ്മളെ കേന്ദ്ര സർക്കാർ പൂത്തിയ കടലാസ് ഉണ്ടെങ്കിൽ നമ്മളതാ ഈ പാത്രയുടെ പയല് അത് തൂർക്കാം. അത്ര തോന കടലാസ് പൂത്തിക്കണ് അന്ന് ഈ കോൺഗ്രസ് സർക്കാർ. എന്നാ പോരപ്പണക്ക് അത് നമ്മൾ കണ്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു വെറുപ്പില്ലല്ലോ. അല്ല ഞാൻ ചോദിക്കാം, കാരണം വേഗം ഇളകൊക്കെ. അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം, 989 നമ്മളെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെ രാജീവ് ഗാന്ധിക്ക് ഒരു അസുഖം. മൂപ്പർക്ക് ഭക്ഷണം വേണ്ട, സിഗരറ്റ് വേണ്ട, ബീഡി വേണ്ട, കാപ്പി വേണ്ട ഒരു ആലോചന. ആർക്ക്? രാജീവ് ഗാന്ധിക്ക്. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അത് എന്താ സോക്കേട് എന്ന് നമ്മളെ ബൂട്ടാ സിംഗിന് പിടുത്തം കിട്ടി. ബൂട്ടാ സിംഗ് എന്ന ആഭ്യന്തരമന്ത്രിയാണ്. ഈ രാജീവ് ഗാന്ധിയുടെ സോക്കേട് മാറ്റാൻ വേണ്ടിയാണ് നമ്മളെ ബൂട്ടാ സിംഗ് അയോധ്യയിൽ വെച്ചിട്ട് വിശ്വഹിന്ദു പരിഷത്തുക്കളും സന്യാസിമാരുമായിട്ട് ഒരു സ്വകാര്യം. എന്ത് സ്വകാര്യം? ആ സ്വകാര്യം കഴിഞ്ഞപ്പോഴാണ് മോനെ ഈ തർക്കസ്ഥലത്ത് ക്ഷേത്രം പണിയാൻ വേണ്ടി സന്യാസിമാർക്ക് തറക്കലിടാൻ രാജീവ് ഗാന്ധി സമ്മതം കൊടുക്കാൻ പോകണു എന്ന് കേട്ടത്. അത് കേട്ടതോടുകൂടി നമ്മൾ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും ഇടതുപക്ഷ നേതാക്കളും ദേശീയ നേതാക്കളും രാജീവ് ഗാന്ധിന്റെ കാല് പിടിച്ചു പറഞ്ഞു, രാജീവ് ഗാന്ധി ഈ അപകടത്തിന് നിങ്ങൾ അനുവാദം കൊടുക്കരുത്. അയോധ്യയിൽ ആ ക്ഷേത്രത്തിൽ കൊണ്ടിരുന്ന തറക്കല്ല് നമ്മുടെ ഇന്ത്യയുടെ മതേതര പൈതൃകത്തിന്റെ ആണിക്കൽ അളക്കലായിരിക്കും രാജീവ് ഗാന്ധി എന്നെല്ലാവരും മൂപ്പരോട് പറഞ്ഞു. മൂപ്പര് കേട്ടോ? കേട്ടില്ല. അപ്പോഴാണ് ഇന്ത്യയിലെ ആളുകളൊക്കെ പറഞ്ഞു, വീരാങ്കാക്ക പറഞ്ഞതുപോലെ ഇന്ത്യയിലുള്ള മതേതര കക്ഷികളൊന്നായി പറഞ്ഞു, തർക്കസ്ഥലത്ത് കല്ലിടുവാനായി അനുമതി നൽകരുതേ, അനുമതി നൽകരുതേ, അനുമതി നൽകരുതേ. എല്ലാ ജനാധിപത്യ വിശ്വാസികളും നല്ലവരായ ആളുകളും രാജീവ് ഗാന്ധിയുടെ കാൽക്കൽ വീണം നമസ്കരിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചു, രാജീവ് ഗാന്ധി ഈ അപകടത്തിന് അനുവാദം കൊടുക്കരുത്. പക്ഷെ രാജീവ് ഗാന്ധി കേട്ടില്ല. അദ്ദേഹത്തിന് അധികാരമായിരുന്നു വലുത്. അതുകൊണ്ട് രാജ്യത്ത് എന്ത് കുഴപ്പം നടന്നാലും എത്ര അമ്മ പറ്റ മക്കൾ മരിച്ചാലും ശരി തനിക്ക് അധികാരം വേണം എന്നുള്ള അതിമോഹം കൊണ്ടാണ് ഇതിന് അദ്ദേഹം അനുവാദം കൊടുത്തത്. രാജീവ് ഗാന്ധി പോലും പറഞ്ഞില്ല തർക്കസ്ഥലത്തല്ല തർക്കമുള്ള സമ്മതം കൊടുത്തതെന്ന്. പക്ഷേ അന്നത്തെ നമ്മുടെ സേട്ട് പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട സേട്ട് പറഞ്ഞു, തർക്കമിട്ട് തർക്കസ്ഥലത്തല്ല, തർക്കസ്ഥലത്തല്ല. അത് 2 ഉറുപ്പിക 77 പൈസയും കൊടുത്തിട്ട് പോണ ദൂരമുണ്ട് ആ തർക്കലിട്ടോടത്തേക്ക്. അത് ഏക്കറിന്റെ കണക്കാണ്. അത് ആ പൂത്തൊക്കെ തിരേണ്ടവനെ നമ്മോട് പറഞ്ഞു. അത് മാത്രമല്ല, അന്ന് മാർക്സിസ്റ്റുകാരെ മുഖത്ത് നോക്കി ഷർട്ട് വ്യക്തമായിട്ട് പറഞ്ഞു, മതന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് മാർക്സിസ്റ്റുകാരൊടുക്കേണ്ട മുതലക്കണ്ണി തർക്കിച്ചു വെറുതെ സമയം കളയേണ്ട, തറക്കല്ല് ഇട്ടത് തർക്കഭൂമിയിലല്ല. അതിന്റെ ബാലുകൾ മണിച്ചിട്ട് ബൽപ്പ. എന്തിനാ സേട്ട് എന്ന് പറഞ്ഞത്? അന്ന് സേട്ടും ബനാത്വാലിയും സ്ഥാനാർത്ഥി ലോകസഭയിലെ സ്ഥാനാർത്ഥിയാ പാർലമെന്റിലേക്ക് തർക്കസ്ഥലത്താണ് വോട്ട് പാലിട്ടത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കണ്ടം വോട്ട് കിട്ടൂല. അപ്പൊ എനിക്ക് തിരിഞ്ഞാ. അപ്പൊ അതാ ഞാൻ പറയാൻ കാരണം, ചുരുക്കി പറയാ, നമുക്കെന്ത് വേണം പറയാം. അങ്ങനെ സർവ്വജാതിമത വർഗീയ പാർട്ടികളെയും കൂട്ടുപിടിച്ച് നമ്മളെ രാജീവ് ഗാന്ധിയും കോൺഗ്രസും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. ഇത് പറയുമ്പോൾ നമുക്ക് ഇങ്ങേപ്പുറം വേണ്ട പറയാം. ഒരു പുറം മാത്രം പറഞ്ഞ് നമ്മളെ പാർട്ടിക്ക് ചേർന്ന മണിയല്ലോ. ഇങ്ങേപ്പുറത്ത് പറഞ്ഞാൽ നമ്മളെ ദേശീയ മുന്നണി ഹരിയാനയിൽ കൂടി.
ഹരിയാനയിലെ സൂരജ് കുണ്ട് എന്ന സ്ഥലത്താണ് ഒരു കൂടിയത്. എന്തിന്? തെരഞ്ഞെടുപ്പ് കാര്യം ആലോചിക്കാൻ. അങ്ങനെ നമ്മളെ ദേശീയ നേതാക്കൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളെ ചന്ദ്രശേഖരൻ, ഏത് ചന്ദ്രശേഖരൻ? നമ്മളെ യുവതുർക്കി, നമ്മളെ ഖലീഫ ചന്ദ്രശേഖരൻ പ്രമേയം അവതരിപ്പിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, ഉള്ളിലെനിക്കൊരു കൊതിയുണ്ട് അതുകൊണ്ട് തുറന്നു പറഞ്ഞിടാം. ഉള്ളിലെനിക്കൊരു കൊതിയുണ്ട് അതുകൊണ്ട് തുറന്നു പറഞ്ഞിടാം. കോൺഗ്രസ്സൈക്കാർക്കെതിരെ നമുക്ക് ഒന്നായി ചേർന്നൊരു മുന്നണിയാകാം. കോൺഗ്രസ്സൈക്കാർക്കെതിരെ നമുക്ക് ഒന്നായി ചേർന്നൊരു മുന്നണിയാകാം. BJP-യുമായി ചേർന്ന മുന്നണി വിശാലമാക്കി വോട്ടിനു നിൽക്കാം. BJP-യുമായി ചേർന്ന മുന്നണി വിശാലമാക്കി വോട്ടിനു നിൽക്കാം. ഉള്ളിലെനിക്കൊരു കൊതിയുണ്ട് അതുകൊണ്ട് തുറന്നു പറഞ്ഞിടാം. ഉള്ളിലെനിക്കൊരു കൊതിയുണ്ട് അതുകൊണ്ട് തുറന്നു പറഞ്ഞിടാം. ഉള്ളിലെനിക്കൊരു കൊതിയുണ്ട്. ഈ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കാൻ BJP അടക്കം കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു മുന്നണിയായി നിൽക്കാമെന്ന് നമ്മുടെ ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോൾ സഖാവ് EMSന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, മോനെ നമ്മളെ EMS തുറന്നു പറഞ്ഞു അക്കാര്യത്തിൽ ഞങ്ങളില്ല. ഏത് ഈ കേട്ടുകണ? EMS പറഞ്ഞു, വർഗീയ കക്ഷിയാം BJP-യുമൊത്ത് ചേർന്നൊരു മുന്നണിക്കില്ല ഞങ്ങൾ. തീർച്ചയായും അത് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിച്ചെടുക്കാനായിടും. വർഗീയ കക്ഷിയാം BJP-യുമൊത്ത് ചേർന്നൊരു മുന്നണിക്കില്ല ഞങ്ങൾ. തീർച്ചയായും അത് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിച്ചെടുക്കാനായിടും. വർഗീയ പാർട്ടിയായി BJP മൊത്ത് ഒരു മുന്നണിയായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് ഈ തകരുന്ന കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കലായിരിക്കും. അതുകൊണ്ട് വർഗീയവാദികളായ BJP മൊത്ത് ഞങ്ങളൊരു മുന്നണിക്കില്ല എന്ന് സഖാവ് EMSന്റെ പ്രസ്താവന വന്നു. അങ്ങനെയാണ് ദേശീയാടിസ്ഥാനത്തിൽ BJP-യും ദേശീയഭരണം തമ്മിൽ കൂട്ടുകെട്ട് വേണ്ടെന്ന് വെച്ചത്. എങ്കിലും ചില പ്രാദേശികാടിസ്ഥാനത്തിൽ BJP-ക്കും ദേശീയഭരണിക്കൊന്നും കൂടിയാൽ തരക്കിടില്ല എന്നൊരു തോന്നല. ആ മോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സ്ഥാനാർത്ഥികൾ നിർത്തി. BJP ദേശീയഭരണം സഹായിക്കുന്ന BJP സ്ഥാനാർത്ഥി നിർത്തി. അങ്ങനെ നിർത്തിയ ആ സ്ഥാനാർത്ഥിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിച്ചു. ചുരുക്കി പറയാം, ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെ കോൺഗ്രസ് തോറ്റു. ഇതെങ്ങനെയുണ്ട? അപ്പൊ ജയിച്ചതാരാ? ദേശീയ മുന്നണി. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ജയിച്ചു വന്ന ദേശീയ മുന്നണിക്കാര് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ആലോചന തുടങ്ങിയപ്പോൾ അപ്പോഴും നമ്മളെ ചന്ദ്രശേഖരൻ അവിടെ ഒരു സംഗതി വെച്ചു. ആര്? നമ്മളെ ചന്ദ്രശേഖരൻ പറഞ്ഞു, കോൺഗ്രസ് എതിരായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന BJP MP-മാരെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഇന്ത്യ രാജ്യത്ത് ദേശീയ മുന്നണി ഇടതുപക്ഷ കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കണം. നമ്മുടെ വീരാംഗൊക്കെ പറഞ്ഞതുപോലെ അന്ന് ചന്ദ്രശേഖരന്റെ പ്രസ്താവന വന്നപ്പോൾ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം സഖാവ് EMS ഒരു മറുപടി കൊടുത്തു. സഖാവ് EMS സ്റ്റേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, വർഗീയ കക്ഷിയാം BJP-യുമൊത്ത് ഭരണത്തിലേറാൻ ഉദ്ദേശമെങ്കിൽ തർക്കമില്ല, ഞങ്ങൾ ദേശീയ മുന്നണിക്കേകുന്ന പിന്തുണ പിൻവലിക്കൂ. വർഗീയ കക്ഷിയായ BJP ദേശീയ മുന്നണി ഒരു സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ദേശീയ മുന്നണി കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കും എന്ന് സഖാവ് EMSന്റെ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധമുള്ള ആ തീരുമാനം വന്നപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സന്തോഷിച്ചു. അങ്ങനെയാണ് BJP VP സിംഗ് സർക്കാരിൽ ചേരേണ്ടത് വെച്ചത്. അങ്ങനെയാണ് നമ്മുടെ VP സിംഗ് പ്രധാനമന്ത്രിയെ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ആ സിംഗ് സർക്കാരിന് ഇടതുപക്ഷവും BJP പിന്തുണ കൊടുത്തു. പക്ഷേ ഇടതുപക്ഷം സിംഗ് സർക്കാരിന് പിന്തുണ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, BJP എന്നാണോ നിങ്ങൾ സർക്കാർ ചേർന്നത് അന്ന് ഞങ്ങൾ നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കും. ആ കരാറിലായിരുന്നു പിന്തുണ കൊടുത്തത്. പാർലമെന്റിൽ ദേശീയ മുന്നണി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP-കാരാ. ആ അധികാരം വെച്ച്, ആ സ്വാധീനം വെച്ച് ഈ സിംഗ് സർക്കാരിനെ കൊണ്ട് BJP-യുടെ ഓരോ നയങ്ങളും നടപ്പിലാക്കിക്കാമെന്ന് BJP തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യമായി BJP പറഞ്ഞത്, ഇതാ VP സിംഗ് കാശ്മീരിനുള്ള പ്രത്യേക പദവിയും ന്യൂനപക്ഷങ്ങൾക്കായുള്ള കമ്മീഷനും പിൻവലിച്ചത്രയും വേഗം പരിഹാരമുണ്ടാക്കണം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയണം, ന്യൂനപക്ഷ കമ്മീഷൻ വേണ്ടെന്ന് വെക്കണം. BJP ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന്റെയും VP സിംഗിന്റെയും ഉറച്ച നിലപാട് മൂലം അവരുടെ ആ അഭിപ്രായം സ്വീകരിച്ച് തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് VP സിംഗ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പല നല്ല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭരണം ആരംഭിച്ചത്. ആ സർക്കാർ 11 മാസക്കാലം VP സിംഗ് ഭരിച്ചു. അതിധീരമായ നടപടികൾ പലതും കൈക്കൊണ്ടു, ഫലം ഉടനടി കണ്ടു. 11 മാസക്കാലം VP സിംഗ് ഭരിച്ചു. അതിധീരമായ നടപടികൾ പലതും
റിപ്പോർട്ട് എന്റെ സർക്കാർ ഉടനെ നടപ്പിലാക്കും എന്നുള്ള സിംഗിന്റെ പ്രഖ്യാപനം BJP അങ്കലാപ്പിലാക്കി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെയ്ത്താൻ ഉലുവാൻ പോയിക്കുന്നില്ല BJPക്ക്. സവർണ മേധാവിയുടെ പാർട്ടിയാണ് BJP. ബ്രഹ്മക്ഷത്രിയ വൈശ്യ ശൂദ്ര അങ്ങനെ അതിന്റെ ഭരണം. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അങ്ങനെ ജാതി വ്യവസ്ഥയിൽ ഭരിക്കുന്ന BJPക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നോക്കക്കാരന് മുന്നോക്ക ഉയർച്ച എന്ന് പറഞ്ഞാലുണ്ടോ ദഹിക്കുന്നു. പക്ഷേ BJPക്ക് ഞങ്ങൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് എതിരാണെന്ന് തുറന്നു പറയാൻ സാധിച്ചില്ല. കാരണം ആയിരക്കണക്കായ പിന്നോക്കക്കാർ പാവങ്ങൾ BJPക്ക് അകത്തുണ്ട്. സ്വർഗം കിട്ടാൻ വേണ്ടി കൂടിയതാ BJPയിൽ. എത്ര പട്ടിണി കിടന്നാലും ഭഗവാനെ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിതിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഇവിടെ കാര്യമില്ല എന്നതിന്റെ അർത്ഥം. ഇത് നരകമാണ് ഭൂമി. ഇവിടെ സമരം വേണ്ട, ശമ്പളം വേണ്ട, കൂലി വേണ്ട, പടി വേണ്ട, അരി വേണ്ട, റേഷൻ വേണ്ട, ഒന്നും വേണ്ട. നരകത്തിൽ നിന്നും കരകേറ്റി അതാ ഏർപ്പാട്. മനുഷ്യന്റെ ജീവിത സുഖങ്ങളാകെ തേച്ച് കഷ്ടപ്പാടും സഹിക്കുന്ന ഈ ഭൂമിയിൽ എല്ലാ ജീവിതം അവിടെയുണ്ട്. എവിടെ അവിടെ BJP. ആ BJPക്കാരുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നു പറയാൻ പറ്റിയില്ല. ആയിരക്കണക്കായ പിന്നോക്കക്കാർ BJPക്ക് അകത്തുണ്ട്. അതുകൊണ്ട് ആ സിംഗ് സർക്കാരിനെ തടയിറക്കാൻ വേണ്ടി BJPയുടെ ബുദ്ധിരുദിച്ച ഒരു കുടിതന്ത്രമാണ് ബാബറി മസ്ജിദ്. ഭൂരിപക്ഷ വർഗീയതയെ കുത്തിയിളക്കി രാജ്യത്ത് കലാപമുണ്ടാക്കിയ സിംഗ് സർക്കാരിനെ തടയിറക്കാൻ വേണ്ടി BJP നേതൃത്വം തീരുമാനിച്ചു. അങ്ങനെയാണ് ബിജോന്നൂറും ഭഗൽപൂരും അടക്കം ഒരു ഡസൻ കേന്ദ്രങ്ങളിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന വ്യക്തിഗത സമാഹരണ യാത്ര. അത് ഒരേ ഒരു സംഭവം മാത്രം മതി ഈ വർഗീയവാദികളുടെ ഭീകരതയുടെ മുഖം കാണാൻ. ഓർക്കുന്നില്ലേ ഭഗൽപൂർ? ഒരേ ഒരു സംഭവം. അന്ന് വർഗീയ ശക്തികളാണ് ഭഗൽപൂരിൽ മതന്യൂനപക്ഷത്തെ കൊന്നൊടുക്കി വർഗീയ ശക്തികളാണ് ഭഗൽപൂരിൽ മതന്യൂനപക്ഷത്തെ കൊന്നൊടുക്കി അതിനീലമാമ്പോട്ടക്കുരുതി നടത്തി തലയറ്റ മൃതശരീരങ്ങളോ കടുകന്മാർ കൊത്തി വലിച്ചിടുന്നു. കലാപം ഉണ്ടാക്കിക്കൊണ്ട് ചോരപ്പുഴക്കിക്കൊണ്ട് ഹിന്ദു മുസ്ലിം സൗഹൃദം തകർത്തുകൊണ്ട് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും ഫൈസാബാദ് അയോധ്യയിലേക്ക് അധ്വാനിയുടെ രഥവുമായി നീങ്ങി സമർത്ഥമായി സർക്കാരിനെ തകർക്കുവാനായിട്ടെന്ന് അയോധ്യയിലേക്ക് അധ്വാനി രഥവുമായി കൂതിച്ചെന്ന് വഴിയിലോ വർഗീയത്തിൻ കലാവത്തിയാടിക്കത്തി ശവക്കുമാരങ്ങൾ തീർത്തു യാത്ര തുടർന്നു. പോകുന്ന വഴിയെല്ലാം ശവക്കുംഭാരങ്ങൾ തീർത്തുകൊണ്ട് ചോരപ്പുഴയ്ക്കൊണ്ട് ഹിന്ദു മുസ്ലിം തകർത്തുകൊണ്ട് പോകുന്ന അച്ചാരിയോട് ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും അരുതേ നിങ്ങളീ നാടിൽ ചോരക്കളമാക്കി മാറ്റരുതേ, ചോരക്കളമാക്കി മാറ്റരുതേ. അച്ചാരിയുടെ കാല് പിടിച്ച അച്ചാരി നിങ്ങൾ യഥാർത്ഥം അവസാനിപ്പിക്കണം. പക്ഷെ അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അങ്ങനെ നമ്മുടെ നാട്ടിന്റെ സൗഹൃദം തകർത്തുകൊണ്ട് ചോരപ്പുഴക്കിക്കൊണ്ട് കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തല്ലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ രഥത്തെയും അധ്വാനിയും ശ്രീ VP സിംഗ് പിടിച്ചു കെട്ടി. അങ്ങനെയാണ് ശ്രീ VP സിംഗ് നമ്മുടെ ഇന്ത്യയുടെ മാനം കാത്തത്. സ്വാതന്ത്ര്യ ഇന്ത്യയിലുള്ള ഹിന്ദു മുസ്ലിം സൗഹൃദം അത് തകരുമെന്നു കണ്ട VP സിംഗ് സധൈര്യം രഥയാത്ര തടഞ്ഞ ധ്വനിയെ അറച്ചു ചെയ്തു. രഥയാത്ര തടഞ്ഞ ധ്വനിയെ അറച്ചു ചെയ്തു. മതേതരത്തെ ഇന്ത്യൻ അഭിമാനം തെറ്റിച്ചു, VP കാത്തുരക്ഷിച്ചു. 11 മാസക്കാലം VP സിംഗ് ഭരിച്ചു. അതിധീരമായ നടപടികൾ പലതും കൈക്കൊണ്ടു, ഫലം ഉടനടി കണ്ടു. രഥയാത്ര തടയുകയും അദ്വാനി അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി BJP സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. സിംഗ് സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചപ്പോൾ ശ്രീ VP സിംഗ് പാർലമെന്റിൽ വിശ്വാസം തേടി.
ആ സമയത്ത് ബി ജെ പിയും കോൺഗ്രസുകാരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സിംഗ് സർക്കാരിനെ താഴെയിട്ടു. അങ്ങനെയാണ് വി പി സിംഗ് സർക്കാർ രാജിവെച്ചത്. സിംഗ് സർക്കാർ രാജിവെച്ചതിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വന്നത് ശ്രീ ചന്ദ്രശേഖരനാണ്. ചന്ദ്രശേഖരൻ ഒരു തെരഞ്ഞെടുപ്പിലൂടെയല്ല വന്നത്. അദ്ദേഹം എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? പ്രധാനമന്ത്രിയായത് ചാക്കിട്ട് പിടുത്തം. എങ്ങനെയാണ് ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയായത്? ദേശീയ മുന്നണിയിൽ നിന്നും 15 പേരെ ചാക്കിൽ കയറ്റി ശേഖരൻ ആദിത്യതൊക്കെ അവർക്ക് കാമെന്നുള്ള കരാർ ഒപ്പിട്ടു ചന്ദ്രശേഖരൻ. ആദിത്യതൊക്കെ അവർക്ക് കാമെന്നുള്ള കരാർ ഒപ്പിട്ടു ചന്ദ്രശേഖരൻ. കോടികൾ വാരിയെറിഞ്ഞ് എംപിമാരെ ചാക്കിടുവാൻ അംബാനി വാരുമിറങ്ങി. കൂടെ ബിജെപിക്കാരും കോൺഗ്രസ്സുകാരും ചന്ദ്രശേഖരന് പിന്തുണ നൽകി. കൂടെ ബിജെപിക്കാരും കോൺഗ്രസ്സുകാരും ചന്ദ്രശേഖരന് പിന്തുണ നൽകി. ഈ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ചന്ദ്രശേഖരൻ പിന്തുണ കൊടുത്തു. മനസ്സിലായല്ലോ? ഇത് മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിയുടെ കൂടെയാണെന്ന് പറയുന്ന ഈ കോൺഗ്രസ് അന്ന് സിംഗ് സർക്കാരിനെ തകർക്കാൻ അദ്വാനിയും രാജീവ് ഗാന്ധിയും, അങ്ങനെ കോൺഗ്രസുകാരും ബി ജെ പിക്കാരും ചേർന്ന് ചന്ദ്രശേഖരൻ പിന്തുണ കൊടുത്തു. എന്തുകൊണ്ടായിരുന്നു പിന്തുണ കൊടുത്തത്? കോൺഗ്രസ് പ്രധാന കാര്യം ബൊഫേഴ്സ് കേസ്. വി പി സിംഗ് സർക്കാരിന്റെ കാലത്ത് അതിന്റെ അന്വേഷണം എല്ലാം ഏകദേശം പൂർത്തിയാക്കി. അതിന്റെ കടലാസുകളൊക്കെ സിംഗ് സർക്കാരിന് മേശപ്പുറത്ത് വന്നതാണ്. അല്പനേരം കൂടി കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയും കോൺഗ്രസും ഇതിനകത്ത് 40 അയ്യിട്ട ആ ജയിലിനകത്ത്. അതുകൊണ്ട് കോൺഗ്രസുകാർ പറഞ്ഞു ചന്ദ്രശേഖര, ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട്. എന്താണ്? ബൊഫേഴ്സ് കേസിന്മേലുള്ളോരന്വേഷണം ഒക്കെയും പെട്ടെന്ന് നിർത്തിയിടണം. ബൊഫേഴ്സ് കേസിന്മേലുള്ളോരന്വേഷണം ഒക്കെയും പെട്ടെന്ന് നിർത്തിയിടണം. തോക്കുംകുഴലും മുങ്ങുന്ന കപ്പലും ഒക്കെയും ഇപ്പോഴൊതുക്കിയിടണം. ഒക്കെയും ഇപ്പോഴൊതുക്കിയിടണം. ബൊഫേഴ്സ് കേസിന്മേലുള്ളോരന്വേഷണം ഒക്കെയും പെട്ടെന്ന് നിർത്തിയിടണം. തറക്കല്ലിട്ടേടത്ത് കർസേവ ചെയ്യുവാൻ ബി ജെ പിക്ക് അനുമതി നൽകിടേണം. ബി ജെ പിക്ക് അനുമതി നൽകിടേണം. തറക്കല്ലിട്ടേടത്ത് കർസേവ ചെയ്യുവാൻ ബി ജെ പിക്ക് അനുമതി നൽകിടണം. ബി ജെ പിക്ക് അനുമതി നൽകിടണം. ബൊഫേഴ്സ് കേസിന്മേലുള്ളോരന്വേഷണം ഒക്കെയും പെട്ടെന്ന് നിർത്തിയിടണം. ബൊഫേഴ്സ് കേസിന്മേലുള്ളോരന്വേഷണം ഒക്കെയും പെട്ടെന്ന് നിർത്തിയിടണം. അതെല്ലാം ചന്ദ്രശേഖരൻ സമ്മതിച്ചു. അതുകൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി ചന്ദ്രശേഖരനും ബൊഫേഴ്സ് കേസ് അന്വേഷിക്കാൻ ഒരു സബ് ഇൻസ്പെക്ടർ മതി എന്ന് പ്രഖ്യാപിച്ചു. ഓർക്കുന്നുണ്ട് ആ പ്രഖ്യാപനം? അദ്ദേഹം എന്ന് പറഞ്ഞതാ, എന്തിന് ബൊഫേഴ്സ് അന്വേഷിക്കാൻ കമ്മീഷൻ? ഒരു സബ് ഇൻസ്പെക്ടർ മതി, ചെറിയൊരു കേസ്. ഈ പറഞ്ഞ തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു തെളിവുകൾ കോൺഗ്രസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ബൊഫേഴ്സ് കേസ്. അങ്ങനെ ബി ജെ പിയുടെയും കോൺഗ്രസുകാരെയും കാല് തടവി 5 കൊല്ലം തനിക്ക് പ്രധാനമന്ത്രിയായി രാജ്യം ഭരിക്കാമെന്ന് മോഹിച്ചു ആര്? ചന്ദ്രശേഖരൻ. പക്ഷേ തങ്ങൾക്ക് വിജയിച്ചു വരാൻ സമയമായി എന്ന് കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ചന്ദ്രശേഖരനെ തട്ടി. ചന്ദ്രശേഖരന്റെ മന്ത്രിസഭയും രാജിവെച്ചു. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 10ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ അങ്ങ് വടക്കേന്ത്യയിൽ കോൺഗ്രസ് തോറ്റുപോയി, ഒന്നും കിട്ടിയില്ല. അന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തു, ഇനി ജയിക്കുന്ന മണ്ഡലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണ്ട.
അങ്ങനെ BJP-യുടെയും കോൺഗ്രസുകാരെയും കാല് തടവി 5 കൊല്ലം തനിക്ക് പ്രധാനമന്ത്രിയായി രാജ്യം ഭരിക്കാമെന്ന് മോഹിച്ചു ആര് ചന്ദ്രശേഖരൻ. പക്ഷേ തങ്ങൾക്ക് വിജയിച്ചു വരാൻ സമയമായി എന്ന് കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ചന്ദ്രശേഖരനെ തട്ടി ചന്ദ്രശേഖരനെ മന്ത്രിസഭയിൽ രാജിവെച്ചു. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 10ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ അങ്ങ് വടക്കേന്ത്യയിൽ കോൺഗ്രസ് തോറ്റുപോയി, ഒന്നും കിട്ടിയില്ല. അന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തു ഇനി ജയിക്കുന്ന മണ്ഡലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണ്ട. അങ്ങനെ 2ാം ഘട്ട പ്രചരണ കോലാഹലം. ആ പ്രചരണ കോലാഹലത്തിലാണ് ശ്രീ രാജീവ് ഗാന്ധി, കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിയും അധ്യക്ഷനുമായ ശ്രീ രാജീവ് ഗാന്ധി അങ്ങ് ശ്രീപെരുമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി വന്നത്. ആ രാജീവ് ഗാന്ധി അവിടെ വെച്ച് അതിദാരുണമായി വിസമ്മതിക്കപ്പെട്ടു. ആരാണ് രാജീവ് ഗാന്ധിയെ കൊന്നത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആര് എന്നൊന്നും നമ്മുടെ സർക്കാർ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് പറഞ്ഞത് രാജീവ് ഗാന്ധിയെ കൊന്ന ഇടതുപക്ഷക്കാരും EMS പാർട്ടിക്കാരുമാണെന്നാണ്. പക്ഷെ ഇന്ന് രാജീവ് ഗാന്ധിയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷൻ ഏർപ്പാടാക്കി, വർമ്മ കമ്മീഷൻ. ആ കമ്മീഷൻ എല്ലാം അന്വേഷിച്ച ഒരു റിപ്പോർട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ആ വർമ്മ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് എഴുതിയ ചില പ്രധാന കാര്യങ്ങളെല്ലാം ഇന്ന് അങ്ങാടിയിൽ പാട്ടാണ്. പൊന്നും മാതങ്ങന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊന്ന ഇന്റലിജൻസിന് കോൺഗ്രസ് പങ്കുണ്ടൊരു പോലെ. പൊന്നും മാതങ്ങന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, വിശേഷം കേൾപ്പിൽ നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊന്നത് ഇന്റലിജൻസിന് കോൺഗ്രസ് പങ്കുണ്ടൊരു പോലെ. വർമ്മ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൻ അടിവരയിട്ടവർ പ്രത്യേകിച്ചും പറയുന്നു. വർമ്മ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൻ അടിവരയിട്ടവർ പ്രത്യേകിച്ചും പറയുന്നു. തമിഴ്നാട് സർക്കാരിനും പങ്കേറെയുമുണ്ടെന്ന് ചണ്ടക്കിടയില്ലാത്ത വിധം വർമ്മയൂരി പറയുന്നു. തമിഴ്നാട് സർക്കാരിനും പങ്കതിലേറെയുണ്ടെന്ന് ചങ്കക്കിടയില്ലാത്ത വിധം വർമ്മയൂരി പറയുന്നു. കാക്കേണ്ടവരാ, കരുതേണ്ടവരാ, നോക്കേണ്ടവരാ, കാണേണ്ടവരാ, വരും തത്തൂരിൽ അതിലും പിഴവുണ്ടെന്നും പാളിച്ചകളുണ്ടായെന്നും റിപ്പോർട്ടിൽ വന്നേ. അതിലും പിഴവുണ്ടെന്നും പാളിച്ചകളുണ്ടായെന്നും റിപ്പോർട്ടിൽ വന്നേ. ഇന്റലിജൻസിനും കോൺഗ്രസും തമിഴ്നാട് സർക്കാരിനും രാജീവിന്റെ വധത്തിൽ പങ്കുണ്ട് എന്ന് വർമ്മ കമ്മീഷൻ അർത്ഥസംഘക്കിടയില്ലാത്ത വിധം എഴുതിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് കഥയിലേക്ക് പോകാം. പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദി ദേശീയമെടുക്കാരാണെന്നാണ്. യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത് കോൺഗ്രസ്സുകാരും ആളുകളെ കണ്ട് കരഞ്ഞു. രാജീവ് ഗാന്ധിയെ കൊന്നത്, രാജീവ് ഗാന്ധിയെ കൊന്നത് അങ്ങനെയാ പറഞ്ഞത്. കഴുത കരയുമ്പോഴല്ലേ കോൺഗ്രസ് കരഞ്ഞത്? ഒരു മനുഷ്യൻ കരയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാതെ കഴുത കരയുമ്പോഴാണ് രാജീവ് ഗാന്ധി കൊന്നത്. EMS പാർട്ടിക്കാരാണ്, ദേശീയമണിക്കാരാണ്, കോൺഗ്രസ് ഉണ്ണികൃഷ്ണ പാർട്ടിക്കാരാണ്. അങ്ങനെ വ്യാപകമായ കള്ളപ്രചരണം, കള്ളനോട്ടും കള്ളവോട്ടും നടത്തിയതിന് ഫലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ വിജയിച്ചു കയറി. അതല്ലേ നമുക്ക് പറ്റിയൊരു തെറ്റ്. അറിയാമല്ലോ, ഡൽഹിയിൽ ഇന്നലെ വിനാ നടന്ന കഥ. അതെല്ലാം മറ്റൊരു കഥയായിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. നടന്ന കഥ അത്ഭുതകരവും വേദനാജനകവും അതിനീചവുമായ സംഭവം നടന്നില്ലേ മിഞ്ഞാന്ന് 2 ദിവസം മുമ്പ്. സ്നേഹമുള്ളവരെ, അങ്ങനെയാണ് കോൺഗ്രസ് വിജയിച്ച് കയറിയത്. കുറെ ആളുകളൊക്കെ അതിൽ പൊട്ടുപോയി. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്കാണ് വിജയിച്ചത്. പക്ഷേ അങ്ങ് കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസ് കിട്ടിയില്ല. എങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വെങ്കിട്ടരാമൻ കോൺഗ്രസ്സുകാരെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചു. അതോടുകൂടി കോൺഗ്രസ് ICC ഓഫീസിലേക്ക് തടി. എന്തായിരുന്നു കാരണം? ആരാ പ്രധാനമന്ത്രി? അത് ഞാനായി കരുണാകരൻ. പാർലമെന്റിൽ പറഞ്ഞ നേതാവ് നികാരം വെച്ച് കരുണാകരൻ ഇവിടെ പോയി എന്തിനാ മദ്യം പിടിക്കാൻ? കരുണാകരൻ ഡൽഹിയിൽ വലിയ ബുദ്ധിമാനാ. അത് മിഞ്ഞാന്ന് ബോധ്യപ്പെട്ടില്ലേ? അപ്പൊ നമ്മുടെ ഡൽഹിയിലെ മന്ത്രിമാരുടെ ബുദ്ധി വരണോ? ഈ ചരക്ക അവിടുത്തെ വലിയ ചരക്ക്. കരുണാകരൻ പാർലമെന്റിൽ പറഞ്ഞ നേതാവ് അധികാരം വെച്ച് കരുണാകരൻ ഉണ്ടായിരുന്നു. കരുണാകരൻ ശണ്ട കൂടുന്ന
പാർട്ടി നേതാക്കളെ പിടിച്ചകറ്റി എന്നിട്ട് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി കരുണാകരൻ ചോദ്യം ചോദിച്ചു ആ ചണ്ട കൂടുന്ന പാർലമെന്റ് മെമ്പർമാരോട് ഏഷ്യ അംഗങ്ങളോട്, ആരാണ് പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കുന്നവരെ നമുക്കൊരു പ്രധാനമന്ത്രി വേണം. കോൺഗ്രസിന്റെ തർക്കം കിയാമന്നാൾ വരെ തീരുവോ എന്ന് വഴിയല്ലേ? ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കരുണാകരൻ ആ നേതാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് തർക്കിച്ചാൽ പറ്റുമോ? ആരാണ് പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കുന്നവരെ നമുക്കൊരു പ്രധാനമന്ത്രി വേണം, അതാര്? അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ ആലോചനയായി. അപ്പോഴാണ് കോൺഗ്രസിലേക്ക് ആരോരും അറിയാത്തൊരു സാധനം ഇരിക്കുന്നു, അങ്ങ് നരസിംഹം. എല്ലാവർക്കും ബോധ്യപ്പെട്ടു അധികാരമോഹം അത്ര കലശലായി വിദ്വാന് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി വെച്ച് ഇന്ത്യ രാജ്യം മുഴുവനും കട്ടിമുടിക്കാമെന്ന് അങ്ങ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചു. അങ്ങനെ താൽക്കാലിക പ്രധാനമന്ത്രി എന്ന നിലയ്ക്കാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായത്. ശ്രീ പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയോടുകൂടി ഇന്ത്യയിലെ പ്രമാണിവർഗം മുഴുവൻ ഓടി വന്നു. അതാണ് കോൺഗ്രസിലേക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുവരെ ആരോടും അറിയപ്പെടാത്ത ഈ സ്ഥാനത്ത് പ്രധാനമന്ത്രിയാക്കി അദ്ദേഹം പ്രധാനമന്ത്രിയോടുകൂടി ഇന്ത്യയിലെ കള്ളക്കടത്തുകാരും വൻകിട വ്യവസായികളും വ്യവസായ പ്രമുഖരും അവരുടെ ഏജൻസികളും വിദേശ ഏജൻസികളും കള്ളക്കടത്തുകാരും മാഫിയ സംഘത്തലവന്മാരും ദാവൂദ് ഇബ്രാഹിമും അർഷദ് മേത്ത വരെ ഓടി വന്നു. എന്നിട്ട് ഇദ്ദേഹത്തെ വളഞ്ഞു വെച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ അങ്ങനെ പാടിപ്പുകട്ടാൻ തുടങ്ങി. ആര്? ഈ വ്യവസായ പ്രമുഖരും കള്ളക്കടത്തുകാരും. അത് പറഞ്ഞു, ഓ നമ്മുടെ ഭാഗ്യം, ഓ ആരായി നിൽക്കുന്നത്? ഭാരതത്തിൻ വീരപുത്രൻ ഭരണതന്ത്രത്തിൽ മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും നാട്ടുകാരെ, മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും. ഭാരതത്തിൻ വീരപുത്രൻ ഭരണതന്ത്രത്തിൽ വിദഗ്ധൻ മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും നാട്ടുകാരെ, മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും. ഭാഷകളിൽ പ്രാവീണ്യം നേടിയവൻ ഉത്തമൻ കോൺഗ്രസുകാർക്കിടയിൽ. 16 ഭാഷകളിൽ പ്രാവീണ്യം നേടിയവർ, 16 ഭാഷകളിൽ പ്രാവീണ്യം നേടിയവർ. സത്യവാൻ സഹോദരരെ, ഉത്തമൻ കോൺഗ്രസുകാർക്കിടയിൽ സഹോദരരെ, ബുദ്ധിമാൻ കോൺഗ്രസുകാർക്കിടയിൽ സഹോദരരെ, ബുദ്ധിമാൻ കോൺഗ്രസുകാർക്കിടയിൽ. ഭാരതത്തിൻ വീരപുത്രൻ ഭരണതന്ത്രത്തിൽ വിദഗ്ധൻ ഇന്ത്യ കാണുമെത്തും നാട്ടുകാരെ, മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും. സംസ്കൃത പണ്ഡിതനും സാഹിത്യ തൽപരനും, സംസ്കൃത പണ്ഡിതനും സാഹിത്യ തൽപരനും, സാഹിബവശിഷ്യനാണ് റാവു സഹോദരരെ, കുട്ടവതി ഭക്തനാണ് റാവു സഹോദരരെ, തിരുപ്പതിദാസനാണ് റാവു സഹോദരരെ, തിരുപ്പതിദാസനാണ് റാവു. ഭാരതത്തിൻ വീരപുത്രൻ ഭരണതന്ത്രത്തിൽ വിദഗ്ധൻ മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും പ്രിയ നാട്ടുകാരെ, മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും. ഭാരതത്തിൻ വീരപുത്രൻ ഭരണതന്ത്രത്തിൽ വിദഗ്ധൻ മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും പ്രിയ നാട്ടുകാരെ, മൊത്തത്തിൽ ഇന്ത്യ കാണുമെത്തും. അന്ന് ഇന്ത്യയിലെ പ്രമാണിവർഗങ്ങൾ രാഹുൽ നോക്കി പറഞ്ഞ് വളരെ ശരിയായിരുന്നു. ഈ രാഹുവിന്റെ വരന്തമുള്ള ഭരണത്തിൽ ഇന്ത്യയിലെ പ്രമാണിവർഗത്തിന് മാത്രമാണ് നേട്ടമുണ്ടായത്. അദ്ദേഹം പ്രധാനമന്ത്രിയായ ഉടനെ ഇന്ത്യയിലെ വ്യവസായങ്ങൾ തകർത്തുകൊണ്ട് വിദേശ മുതലാളിമാർക്ക് ഇന്ത്യയിൽ വരാനും വ്യവസായങ്ങൾ സ്ഥാപിക്കാനും കോടിക്കണക്കിന് രൂപ കൊള്ളലാഭം അടിച്ചു കൊണ്ടുപോകാനും സ്വാതന്ത്ര്യം കൊടുത്തു. കുത്തക പരിധി വേണ്ടെന്ന് വെച്ച് കുത്തക മുതലാളിമാർക്ക് ഇഷ്ടം പോലെ സമ്പാദിക്കാൻ സന്ദർഭം കൊടുത്തു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനം മുഴുവനും സ്വകാര്യ മുതലാളി കൈമാറാമെന്നുള്ള നിയമം കൊണ്ടുവന്നു. സ്നേഹമുള്ളവരെ, വിദേശ ഏജൻസികൾക്ക് വിദേശാധിപത്യവും ഇന്ത്യയിൽ സ്ഥാപിക്കാൻ അദ്ദേഹം സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷേ റാവു പ്രധാനമന്ത്രിയായെങ്കിലും അദ്ദേഹത്തിന് ഭരിക്കണമെങ്കിൽ പുറമേ നിന്നുള്ള പിന്തുണ വേണം. 2 ശക്തികൾ നിൽക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഒന്ന് ഇടതുപക്ഷ മതേതര ജനാധിപത്യപ്പുറത്ത്, ഇപ്പുറത്ത് ശിവസേന, BJP ഫാസിസ്റ്റ് ശക്തി.
ആരുടെ പിന്തുണയാണ് രാഹുൽ സ്വീകരിക്കുക എന്ന് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസം ഉറ്റുനോക്കി. പക്ഷേ രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടി വന്നില്ല. അദ്ദേഹം BJP-ക്കാരുടെ പിന്തുണയാണ് സ്വീകരിച്ചത്. BJP രാഹുൽ സർക്കാർ പിന്തുണ കൊടുത്തു. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്ക് രാഹുൽ സർക്കാർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം BJP കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. അതോടുകൂടി ഇന്ത്യയിൽ ആളുകൾ പറയാൻ തുടങ്ങി, ഈ റാവു അപകടം വരുത്തി വെക്കുന്നത്, ഈ റാവുവിന്റെ ഭരണം അപകടമാണ്, കാരണം വർഗീയവാദികളെ ആദ്യം സന്തോഷിപ്പിച്ചത്, BJP-ക്കാരെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കിയത്. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള കോൺഗ്രസ്സുകാർ ഒരു മറുപടി പറഞ്ഞു, BJP ആണ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം, അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അവർ കൊടുത്തു. ഒരു പ്രതിപക്ഷ മര്യാദ, അത് പ്രതിപക്ഷ മര്യാദയാണെന്ന് പറഞ്ഞത്. പക്ഷേ എല്ലാവരും ബുദ്ധികളെന്ന ഒരു ചിന്ത കോൺഗ്രസ്സുകാർ. വിവരമുള്ള ആളുകൾ പറഞ്ഞിടൂ, അങ്ങനെയാണെങ്കിൽ 952 മുതൽ 3 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുണ്ട്, അവർ കൊടുക്കണ്ടേ? ഒരു തവണ CPM പ്രതിപക്ഷമായിട്ടുണ്ട് പാർലമെന്റിൽ, അവർ കൊടുത്തില്ലല്ലോ. തെലുങ്ക് ദേശം പ്രതിപക്ഷമായിട്ടുണ്ട്, എന്തുകൊണ്ട് കൊടുത്തില്ല? VP സിംഗ് ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരാണ് പ്രതിപക്ഷം, എന്തുകൊണ്ട് ചോദിച്ചു പഠിച്ചില്ല? ഇത് പ്രതിപക്ഷ മര്യാദയല്ല, വർഗീയ പ്രീണനം തന്നെ എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. കോൺഗ്രസ്സുകാർ ചോദിച്ചു, ഇതുവരെയില്ലാത്ത പ്രതിപക്ഷ മര്യാദ ഇപ്പോഴെ വീഴ നിന്നു വീണു കീർത്തി, ഇപ്പോഴെ വീഴ നിന്നു വീണു കീർത്തി. വർഗീയ പാർട്ടിക്ക് കീഴടങ്ങി റാവു വിടുപണി ചെയ്യുന്നെന്ന് ബോധ്യമായി. വർഗീയ പാർട്ടിക്ക് കീഴടങ്ങി റാവു വിടുപണി ചെയ്യുന്നെന്ന് ബോധ്യമായി, വിടുപണി ചെയ്യുന്നെന്ന് ബോധ്യമായി. അങ്ങനെ സകല ജാതിമത വർഗീയ പാർട്ടികളെയും സേവിച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് റാവു സർക്കാർ ഭരിക്കാൻ തുടങ്ങി. റാവു സർക്കാരിന്റെ സാമ്പത്തിക നയം ഇന്ത്യയിലെ സാമ്പത്തിക ഭദ്രത ആകെ താറുമാറാക്കി. റാവു സർക്കാരിന്റെ സാമ്പത്തിക നയവും ഉദാരവൽക്കരണവും ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തി. ഓർക്കുന്നില്ല ആ സംഭവം? റാവു സർക്കാരിന്റെ സാമ്പത്തിക നയം ഒട്ടേറെ വരുത്തി വെച്ചു. റാവു സർക്കാരിന്റെ സാമ്പത്തിക നയം ഒട്ടേറെ വരുത്തി വെച്ചു. പാവങ്ങൾ തോലിക്ക പട്ടിണിക്കാരവ ജീവൻ നിലനിർത്താൻ പാടുപെട്ടു. എരിയുന്ന രക്തിയിൽ എണ്ണ പകർന്നപ്പോൾ ആടിപ്പടർന്നു വിലക്കയറ്റം. അന്നന്ന് ധ്വാനിച്ചു കിട്ടുന്ന കാശ് കൊണ്ട് അന്നന്ന് ജീവിക്കാൻ പറ്റാതെയായി. പുസ്തക പരിധിയെടുത്തു മാറ്റി അവർക്ക് എത്രയും കോടികൾ കൂട്ടിവെക്കാൻ ഉത്തരവേകിട്ടു. ഒട്ടേറെ സൗജന്യം പുസ്തകങ്ങൾക്കായി നൽകി റാവു. നാടിന്റെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയി അന്യരാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വീണ്ടും സഹായങ്ങൾ ചെയ്തിടുന്നു റാവു. വെള്ളപ്പിതാജിന്റെ പേര് നേടാൻ ഞങ്ങൾ നിർദ്ദേശവും പേറ്റന്റ് നിയമവും അംഗീകരിച്ചിട്ട് റാവു സർക്കാർ ഇന്ത്യ മഹാരാജം ഒറ്റുകൊടുക്കുന്നു ലോകമെങ്കിലും IMF-നും. ഇന്ത്യ മഹാരാജം ഒറ്റുകൊടുക്കുന്നു ലോകമെങ്കിലും IMF-നും. രാജ്യത്തുള്ള സമസ്ത വസ്തുക്കളും IMF-നും ലോകബാങ്കിനും പണയപ്പെടുത്തി റാവു സർക്കാർ. അതിന്റെ ഫലമായ രാജ്യത്ത് സാമ്പത്തിക അരിഷ്ടാവസ്ഥ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ റാവു സർക്കാരിന്റെ സാമ്പത്തിക നയം കോൺഗ്രസ് ഐക്കാരെക്കാളേറെ സന്തോഷിപ്പിച്ച് BJP നേതൃത്വത്തെയാണ്. BJP നേതാക്കൾ ഇവിടെ നിന്ന് വിട്ട് അമേരിക്കയിലെത്തി റാവുവിന്റെ സാമ്പത്തിക നയത്തെപ്പറ്റി പറയാൻ. എന്നിട്ട് ക്ലിന്റൺ സാഹിബിന് മുമ്പിൽ നിന്ന് BJP-ക്കാരൻ എന്നിട്ട് പറയാൻ തുടങ്ങി, ഓ जय जय गीत गए हमारा भारत बच गई है. റാവു जी का സാമ്പത്തിക നയം BJP-ക്കും ബഹുതനുകൂലം, ഏറ്റവും അനുയോജ്യം, ഭാരതനാടിനു സായോജ്യം. जय जय गीत गए हमारा भारत बच गई है. റാവു जी का സാമ്പത്തിക നയം BJP-ക്കും ബഹുതനുകൂലം, ഏറ്റവും അനുയോജ്യം, ഭാരതനാടിനു സായോജ്യം. ഈ റാവുവിന്റെ സാമ്പത്തിക നയം ഇന്ത്യക്ക് സുപ്രമാണ്, സ്വത്ത് സാക്ഷാത്കാരമാണ്, സായുജ്യമാണെന്നെല്ലാം പറഞ്ഞു കളഞ്ഞു. ആര്? BJP-ക്കാർ. റാവുവിന്റെയും BJP-യുടെയും ഒരേ സാമ്പത്തിക നയമായതുകൊണ്ട് BJP റാവു സർക്കാരിന് പിന്തുണ കൊടുക്കാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ സർവ്വജാതിമത പാർട്ടികൾക്കും കയറി ഭരിക്കുന്ന ഈ റാവു സർക്കാരിന്റെ ഭരണത്തിൽ കേന്ദ്ര ഭരണത്തിന് കണ്ണുതൊട്ടുകൊണ്ട് രാഷ്ട്രീയ കരുത്താറച്ച് മുന്നോട്ട് പോകാൻ BJP തീരുമാനിച്ചു. അങ്ങനെയാണ് കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഏകയാത്ര പോകാൻ വേണ്ടി BJP നേതാവ് തീരുമാനിച്ചു, ജോഷി തീരുമാനിച്ചത്. 47 ദിവസം കൊണ്ട് 14 സംസ്ഥാനങ്ങൾ ചുറ്റി കന്യാകുമാരിയിൽ നിന്നും അദ്ദേഹം കാശ്മീരിലെത്തി. അവിടെ ലാൽ ചൗക്കിൽ പതാക ഉയർത്തും എന്നുള്ള പ്രഖ്യാപനം വന്നു. ആ പ്രഖ്യാപനം കേട്ടതോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തിലെ ആളുകൾ പറയാൻ തുടങ്ങി, ഇദ്ദേഹത്തിന്റെ ഏകയാത്ര തടയണം. അദ്വാനിയുടെ രഥയാത്ര വരുത്തി വെച്ച കണ്ണീരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഇന്ത്യ രാജ്യം മറക്കാറായിട്ടില്ല. അതുകൊണ്ട് റാവു പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്റെ ഏകയാത്ര തടയണമെന്ന് നിരവധി ആളുകൾ അഭ്യർത്ഥിച്ചു. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി തണ്ണിമത്തൻ ഒരക്ഷരം പറഞ്ഞില്ല. അതിന് മറുപടി പറഞ്ഞു ആര്? ഹിമാചൽ മുഖ്യമന്ത്രിയായിരുന്ന, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശാന്തകുമാർ എന്ന BJP നേതാവ്. അദ്ദേഹം റാവു സർക്കാരിനെയും കോൺഗ്രസുകാരെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു,
രഥയാത്ര തടയുക മൂലമൊന്നു വീപ്പിക്കു നേരിട്ട കഷ്ടനഷ്ടങ്ങൾ തൻ കഥ ഓർക്കുന്നതെന്നു മറിച്ചല്ല റാവു സർക്കാരിനും സംഭവിക്കുക നിശ്ചയമോ. അദ്വാനിയുടെ രഥയാത്ര വെച്ചപ്പോൾ വി പി സിംഗിന് നഷ്ടപ്പെട്ടത് പ്രധാനമന്ത്രി പദമാണെങ്കിൽ ഈ ജോഷിയുടെ ഏകയാത്ര തടഞ്ഞാൽ കോൺഗ്രസ് ഐക്കാർക്കും റാവുവിനും പലതും നഷ്ടപ്പെടാനുണ്ട്. ജാഗ്രത ബി ജെ പി നേതാവ്. അതുകൊണ്ട് നമ്മുടെ തണ്ണിമത്തൻ നമ്മുടെ പ്രധാനമന്ത്രി വെറുതെടുപ്പ. അങ്ങനെയാണ് AK-47 റൈഫിളുമായി കാവു നിൽക്കുന്ന കേസരി ഭടന്മാർ കാവു നിൽക്കുന്ന കേസരി വാഹനം കന്യാകുമാരി എന്ന് പുറപ്പെട്ടു. വർഗീയത വാരത്തിപ്പുന്ന മുദ്രാവാക്യവുമായ കേസരിപ്പട അങ്ങ് പഞ്ചാബിൽ കിടന്നു. പഞ്ചാബിൽ സിഖ് തീവ്രവാദികളുടെ വെടിയേറ്റ് 20 കേസരി ഭടന്മാർ കൊല്ലപ്പെട്ടു. പിന്നീട് നമ്മുടെ ജോഷി വിറച്ചാണ് മുന്നോട്ട് പോയത്. കാശ്മീരിലെത്തുന്ന മുമ്പ് കാശ്മീരിലെ പോലീസ് ആസ്ഥാനം കാശ്മീർ തീവ്രവാദികൾ ബോംബ് വെച്ച് തകർത്തു. അതോടുകൂടി ഒരടി മുന്നോട്ട് വെക്കാൻ ധൈര്യമില്ലാതെ ജോഷി മടങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ന്യായം പറഞ്ഞു. അങ്ങോട്ട് കാണുന്നില്ല, മഞ്ഞ്, ഭയങ്കര മഞ്ഞ്, മല ഇടിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തിരിച്ചു പോവാ. ജോഷി മടങ്ങി വരുന്നു എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു കേട്ടറിഞ്ഞു. അദ്ദേഹം എന്ന് ആലോചിക്കാൻ തുടങ്ങി. വെങ്കടേശ്വരാ, ഏവണ്ടി, ജോഷി തിരിച്ചു വന്ന് എന്റെ സർക്കാർ പിന്തുണ പിൻവലിച്ചാൽ ഞാൻ ആന്ധ്രാപ്രദേശിലെ വെറും ഒരു റാവു. അദ്ദേഹത്തിന് ചിന്ത കയറി. അദ്ദേഹം ആലോചിച്ചു. കാശ്മീരിലെത്തി കോടി കേട്ടാതെ ജോഷിയെങ്ങാനും തിരിച്ചു പോന്നാ നാശമേക്കു ഭവിക്കും നാളെ ശേഷം ഗതി എന്തെന്നാരു കണ്ടു. പിന്തുണ BJP പിൻവലിച്ചാൽ പിന്തിരിപ്പൻ പണി ചെയ്തു പോയാൽ പിന്നെ പ്രധാനമന്ത്രിയല്ല ഞാനും ബിപിയെ പോലെ ഞാൻ പൊട്ടനല്ല. കാശ്മീരിലെത്തി കൊടിയേറ്റാതെ ജോഷിയെങ്ങാനും തിരിച്ചു പോകാം. അങ്ങനെയാണ് ഉദ്ധംപൂരിലുള്ള പ്രധാനമന്ത്രിയുമായി നമ്മുടെ ഉദ്ധംപൂരിലുള്ള ജോഷിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു ബന്ധപ്പെട്ടത്. അദ്ദേഹം ജോഷിയെ നിർബന്ധിക്കാൻ തുടങ്ങി. ജോഷി പോയിക്കോളൂ. ഓ, അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആരെ? ഇന്ത്യൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. മടങ്ങിടല്ലേ മിസ്റ്റർ ജോഷി, പോ മടങ്ങിടല്ലേ മിസ്റ്റർ ജോഷി, കാശ്മീരെത്തിക്കാം. ഉടനടി അവിടെ കൊടികേറ്റിടാനേ പാടുണ്ടാക്കാം. ഉടനടി അവിടെ കൊടികേറ്റിടാനേ പാടുണ്ടാക്കാം. മടങ്ങിടല്ലേ മിസ്റ്റർ ജോഷി, പോ ഉടനടി അവിടെ കൊടികേറ്റിടാനേ പാടുണ്ടാക്കാം. ഉടനടി അവിടെ കൊടികേറ്റിടാനേ പാടുണ്ടാക്കാം. കാലാവസ്ഥ ചെറുക്കാൻ പറ്റിയ യുദ്ധവിമാനമെടുക്കാം. കാറ്റും മഞ്ഞും മഴയും വേണ്ടാതവിടെ ഇറങ്ങി ചെല്ലാം. പട്ടാളത്തെ കാവൽ നിർത്തി കൊടിയേറ്റി പോരാം. ഉടലുകളെന്നാലും നമ്മുടെ ഉയിരുകളൊന്നല്ലേ. ഉടലുകളെന്നാലും നമ്മുടെ ഉയിരുകളൊന്നല്ലേ. മടങ്ങിടല്ലേ മിസ്റ്റർ ജോഷി, പോ ഉടനടി അവിടെ കൊടികേറ്റിടാനേ പാടുണ്ടാക്കാം. ഉടനടി അവിടെ കൊടികേറ്റിടാനേ പാടുണ്ടാക്കാം. അങ്ങനെയാണ് 1938 മുതൽ 40 വരെ RSSകാരനായിരുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റാവു കരസേന വിഭാഗം യുദ്ധകാലത്ത് മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക വിമാനം ജോഷിക്ക് വിട്ടുകൊടുത്തത്. ആ വിമാനം കൊണ്ടുപോയി ജോഷിയും പരിവാരങ്ങളിൽ കയറ്റി ലാൽ ചൗക്കിൽ കൊണ്ടുപോയി അദ്ദേഹം കൊടിയുയർത്തിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴാണ് പാർലമെന്റ് ഹൗസിനകത്ത് കോൺഗ്രസുകാർ പരസ്പരം വെറുപ്പ്. അതായത് RSS നേതാവ് ജോഷിയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി റാവു ആണോ എന്ന് കോൺഗ്രസുകാർക്ക് പരസ്പരം ഒരു അഭിപ്രായം. എങ്ങനെയാലും ആണെങ്കിലും ഭരണം വയ്ക്കുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ. കാരണം ഭരിക്കുക എന്നുള്ളത് കരുണാകരനും മുസ്ലിം ലീഗിനും ജനങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു മനസ്സ് അങ്ങനെ അന്നേ പോലേക്ക് തുടങ്ങിയ അഭിപ്രായ വ്യത്യാസം. എങ്കിലും അവരാരും പുറത്ത് കാണിച്ചില്ല. ആ കഥയാണ് നമ്മുടെ വീരാങ്കാക്ക ഇത്രയും നേരം ആ ചായക്കടി വെച്ച് രാമനോടും പോക്കരോടും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മോനെ രാമ, ഇതാണ് കോൺഗ്രസും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ പണക്ക്? അതായത് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സൗഹൃദം തകരുമെന്ന് കണ്ടപ്പോ പ്രധാനമന്ത്രി പദം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ആളാണ് ആര്? നമ്മളെ വി പി സിംഗ്. ആന്റെ റാവോ
ഭരണാധികാരം നിലനിർത്താൻ, പ്രധാനമന്ത്രി നിലനിർത്താൻ സകല ജാതിമത വർഗീയ ശക്തികളെയും ഇതുവരെ പൂട്ടുപിടിച്ച കഥ ഞാൻ പറഞ്ഞില്ലേ? എന്താ എൻ്റെ അഭിപ്രായം? ബീരാങ്ക, നിങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് BJP-ക്കാരെ വളർത്തിയത് കോൺഗ്രസ് ആണെന്നല്ലേ? അങ്ങനെ തന്നെ കുട്ടിക്കും അതാരാണ് ശരി. എന്തിനാ ബീരാങ്ക ജാതി വർത്താനം പറയണത്? ഇവിടെ ഈ BJP-നെ വളർത്തിയത് ദേശീയ പണിക്കാർ മാർക്സിസ്റ്റുകാരല്ലേ? അതാര് പറഞ്ഞു രാമ? ഞങ്ങൾ നേതാവ് ഇന്നലെ പറഞ്ഞല്ലോ. എങ്ങനെ വളർത്തി, എപ്പോൾ വളർത്തി, എന്തുകൊണ്ട് വളർന്നു, അതൊക്കെ പറഞ്ഞെന്നോ? എന്താ ബീരാങ്ക അതിൻ്റെ ആവശ്യം? വളർത്തി നിങ്ങളല്ലേ? എന്നാ വളർത്തി ഞങ്ങളല്ല. ഞാൻ ഒരു ചോദ്യം എന്നോട് ചോദിക്കട്ടെ, അല്ലോ കേട്ടോ. ഇതുവരെ കോൺഗ്രസ് കുത്തകയാക്കി ഭരിച്ചിരുന്ന 4 സംസ്ഥാനത്തിലാണ് BJP അധികാരത്തിൽ വന്നത്. എവിടെയൊക്കെ? ഒന്ന് മധ്യപ്രദേശ്, ഒന്ന് ഉത്തർപ്രദേശ്, ഒന്ന് ഹിമാചൽ പ്രദേശ്, മറ്റത് രാജസ്ഥാൻ. ഈ 4 സംസ്ഥാനം കുത്തകയാക്കി ഇതുവരെ ഭരിച്ചത് തിരിഞ്ഞു മറിഞ്ഞു ഭരിച്ചത് കോൺഗ്രസ്. പിന്നെ ആരാ അവിടെ അധികാരത്തിൽ വന്നത്? BJP. ഇനി ഇടതുപക്ഷത്തിനും മാർക്സിസ്റ്റ് പാർട്ടിയും സ്വാധീനമുള്ള 3 സംസ്ഥാനം ഞാൻ പറയാം. ഒന്ന് പശ്ചിമ ബംഗാൾ, ഒന്ന് ത്രിപുര, ഒന്ന് കേരളം. മോനെ രാമ, കഞ്ഞിക്ക് തൊട്ടുകൂട്ടാ ഒരു കണ്ട MP ഇവിടുന്ന് പറഞ്ഞയച്ചിങ്ങനെ നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് പറയാം. അല്ലാതെ മാർക്സിസ്റ്റുകാരാണ് ദേശീയണക്ക് ഒറ്റവാക്ക് പറഞ്ഞാൽ പോരാ. ഞാൻ പറഞ്ഞ പോലെ പറയും. ഞാനക്ക് കേൾക്കണം. എൻ്റെ കോൺഗ്രസ് ഏതെല്ലാം കാലത്ത് അധികാരം നിലനിർത്താൻ എവിടെയൊക്കെ ജാതിമത വർഗീയ വിഘടനവാദികളെ കൂട്ടുപിടിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നാ പിടിച്ചോ. ഞാനക്ക് കേൾക്കണം. എൻ്റെ കോൺഗ്രസ് ഏതെല്ലാം കാലത്ത് അധികാരം നിലനിർത്താൻ എവിടെയൊക്കെ ജാതിമത വർഗീയ വിഘടനവാദികളെ കൂട്ടുപിടിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നാ പിടിച്ചോ. അങ്ങ് വടക്കു മഹാരാഷ്ട്രയിലവ ശിവസേനയുമായി ഒന്നിച്ചു, അങ്ങ് വടക്കു മഹാരാഷ്ട്രയിലവ ശിവസേനയുമായി ഒന്നിച്ചു. പഞ്ചാബിൽ ഇവർ ഭിന്ദ്രൻവാലിയെ കൂട്ടുപിടിച്ചും വിജയിച്ചു. പഞ്ചാബിൽ ഇവർ ഭിന്ദ്രൻവാലിയെ കൂട്ടുപിടിച്ചും വിജയിച്ചു. പിന്നെ ത്രിപുരയെ DNPയെ പീഡിപ്പിച്ചും കോൺഗ്രസ്. പിന്നെ ത്രിപുരയെ DNPയെ പീഡിപ്പിച്ചും കോൺഗ്രസ്. വിഘടനവാദക്കാരെ വളർത്തി കാശ്മീരാസാം സ്റ്റേറ്റുകളിൽ, വിഘടനവാദക്കാരെ വളർത്തി കാശ്മീരാസാം സ്റ്റേറ്റുകളിൽ. ബജരംഗദളും RSSും BJPയും ഇവർക്കൊക്കെ, ബജരംഗദളും RSSും BJPയും ഇവർക്കൊക്കെ രാജസ്ഥാഗ് വളർന്നു വരാൻ പണം വിട്ടുകൊടുത്തു കോൺഗ്രസ്. രാജസ്ഥാഗ് വളർന്നു വരാൻ പണം വിട്ടുകൊടുത്തു കോൺഗ്രസ്. ഭരണാധികാരം കയ്യിലൊതുക്കിയിട്ടെന്നും വാഴാൻ കോൺഗ്രസ്. ഭരണാധികാരം കയ്യിലൊതുക്കിയിട്ടെന്നും വാഴാൻ കോൺഗ്രസ്. വർഗീയതയെ താലോലിച്ചു വളർത്തുന്നെന്നും കോൺഗ്രസ്. വർഗീയതയെ താലോലിച്ചു വളർത്തുന്നെന്നും കോൺഗ്രസ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് മോനെ കോൺഗ്രസ് ഉള്ളത്? ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പ്രാദേശിക പാർട്ടിയുടെ സഹായത്തോടു കൂടിയല്ലേ. നമ്മളെ കേരളം എടുത്തോ, ലീഗും BJP ലീഗ് പിന്നെ കോൺഗ്രസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അടുത്ത സംസ്ഥാനം തമിഴ്നാട്. അല്ലല്ലാ, ഇതിൻ്റെ കഥ പറയണ്ട. നമ്മളെ ജയലളിത 4 കോൺഗ്രസ് MLA-മാരെ പിരിച്ചപ്പോൾ നമ്മളെ റാവു കിടന്ന് പറക്കാൻ തുടങ്ങിയില്ലേ പേടിച്ചിട്ട്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ബീരാങ്കൊക്കെ പറഞ്ഞതുപോലെ ഈ തകരുന്ന കോൺഗ്രസിനെ വിട്ട് വളർന്ന് BJP പിടിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി, അടുത്ത സംസ്ഥാനമായ മദ്രാശി മുഖ്യമന്ത്രി ജയലളിത ആഗ്രഹിച്ചതാ. ആഗ്രഹം ഇപ്പോഴും തുടങ്ങിയതല്ല, വളരെക്കാലമായി ആരംഭിച്ചിട്ട്. ആ ആഗ്രഹം പുറത്തു വന്ന് അങ്ങ് ഡൽഹിയിൽ വെച്ചു. ഈ ബാബരി പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ദേശീയ കോൺഗ്രസ് വിളിച്ചു. അങ്ങ് ഡൽഹിയിൽ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ജയലളിത പറഞ്ഞത്, ആ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയാൻ സൗകര്യം കൊടുക്കണം. ഓർക്കുന്നില്ല സംഭവം? അത് മുമ്പേ തുടങ്ങിയ ഒരാശ, ഒരാഗ്രഹം. നമ്മുടെ സിനിമാ നടി ജയലളിതയ്ക്ക് ഒരാശ, ചിന്ന ചിന്ന ആശ. രാമരാജം ചേർക്കാൻ ഉള്ളി
ഉള്ളിലുള്ള ആശേ ചിന്ന ചിന്ന ആശേ കൂടിച്ചേര ആശേ മുത്തും മുത്തും ആശേ ഒത്തുചേര ആശേ. ആഗ്രഹം പുറത്തു വന്ന അങ്ങടെ എഴുതി വെച്ച. പക്ഷേ കോൺഗ്രസുമായി ജലത തെറ്റിയെന്ന് കേട്ടപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറച്ചുപോയി. എങ്ങനെയെങ്കിലും ജലതയെ പാട്ടി പിടിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി 4 നേതാക്കളെ മദ്രാസിലേക്ക് അയച്ചു. അതിന് നേതാവ് മോത്തിലാൽ വോറ. മോത്തിലാൽ വോറയും 3 നേതാക്കളും നേരെ ജയലളിത ബംഗ്ലാവിലെത്തി. മുഖ്യമന്ത്രി ജയലളിത ബംഗ്ലാവ് മുഴുവനും ബ്ലാക്ക് അമൗണ്ടോ കരിമ്പൂച്ച, നമ്മുടെ നാടുള്ള മ്യാവുമായ പൂച്ചയല്ല, പോലീസ് പൂച്ച. 4 നേതാക്കൾ വന്ന ഉടനെ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്തു. ആര്? ഈ കരിമ്പൂച്ച. ആ 4 നേതാക്കളും വിശാല മനോഹരമായ ഭ്രാന്തയിൽ കയറി അവിടെ ഇരുന്നു. അവരെ കണ്ട ഉടനെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അത് കടന്നപ്പോഴും ഒരു നോക്ക്. കാരണം പ്രധാനമന്ത്രി പറഞ്ഞയച്ചത് അവരുമായി സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ കാണാത്ത നല്ലത്. മുഖ്യമന്ത്രി അകത്ത്, നേതാക്കൾ പുറത്ത്. അവിടെ ഇരുന്നു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും പരിചാരകന്മാർ ചെയ്തു കൊടുത്തു. മുഖ്യമന്ത്രി അകത്തുണ്ടോ? എത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വേലക്കാർ വരും, അവരെ കാണും. എന്നപ്പാ പോങ്കപ്പാ, അമ്മ കോപം வந்துரும், അമ്മ തിട്ടും, അമ്മ തിരുപ്പണം, പോങ്കപ്പാ. ആരായിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നതരായ 4 നേതാക്കളാ. പക്ഷെ ഈ അടിച്ചു തളിക്കാർക്ക് അവരാരെന്നറിയോ? നേതാക്കൾ ആകെ വിഷമിച്ചു. അകത്തുണ്ടോ? സാധനം അകത്തുണ്ട്. മുഖ്യമന്ത്രി അകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ അപേക്ഷിക്കാൻ തുടങ്ങി. അമ്മ അമ്മ കൊഞ്ചം കഥ തുടങ്ങമ്മ, അമ്മ തങ്കത്തായേ തന്നിത്തായേ. നേതാക്കൾ വിളിച്ചു പറയാൻ തുടങ്ങി. இதயக்கனி கண்மணியே வாங்கம்மா, இதயக்கனி கண்மணியே வாங்கம்மா, கதவு திறந்து வெளியே கொஞ்சம் பாரம்மா அம்மா, இதயக்கனி கண்மணியே வாங்கம்மா. ഇന്ത്യൻ പ്രഥമർ അണുവിയതമ്മ, ഡൽഹിയിൽ നിന്നും വന്നവരമ്മ. ഇന്ത്യൻ പ്രഥമർ അണുവിയതമ്മ, നരസിംഹറാവു തന്ന ദൂതമായി വന്നവരമ്മ. പാസാമത്തിൽ പോണാറാവിടങ്ങളെ തിരുട്ടുമമ്മ, തമിഴകത്തിൽ ശക്തിയെ വാഴുമ്മ. തങ്കത്തമിഴ് തായ്ക്കുലമേ പാറമ്മ അമ്മ, ഇതയക്കനി കൺമണിയെ വാങ്ങമ്മ. നേതാക്കൾ എങ്ങനെ കരഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടും മുഖ്യമന്ത്രി പുറത്തു കിടന്നില്ല. മണിക്കൂർ 4 നേതാക്കൾ വന്നിട്ട് മണിക്കൂർ കഴിഞ്ഞ് നീക്കൊണ്ടിരിക്കുക. മണി 4, 4:30, 5, 5:30, 6. നേരെ സന്ധ്യയായി. മുഖ്യമന്ത്രിക്കൊന്ന് പുറത്തിറങ്ങണ്ടേ? ഈ 4 നേതാക്കളും ഒരേ ഇരിപ്പാ. അവസാനം മുഖ്യമന്ത്രി ആലോചിച്ചു, ഇവരെ പുറത്താക്കാൻ എന്താണ് വഴി? അപ്പോഴാണ് MGR സിനിമയിലെ രംഗം ഓർമ്മ വന്നത്. തന്റെ ഗുരുവും കാമുകനുമായ MGR സിനിമയിലെ രംഗം ഓർമ്മ വന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക്, ജനതയ്ക്ക്. തീരുമാനിച്ചു. ആ സാരിയെല്ലാം മടക്കി കുത്തി റെഡിയാക്കി ആ വർണ്ണമനോഹരമായ കഥകൾ തുറക്കപ്പെട്ടു. നേതാക്കൾ ആകാംക്ഷയുടെ അകത്തേക്ക് നോക്കി. മുഖ്യമന്ത്രി ജനത പുറത്തു വന്നു. ദേഷ്യം കൊണ്ട് കരങ്ങിയ കണ്ണുകൾ, ചെന്താമരപ്പൂരുടെ ആ മുഖം അങ്ങനെ വിളിക്കുന്നു. നേതാക്കൾ നോക്കി ജനത ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങേ വന്ന് കിട്ടേ അഴകിരേന സ്വാമി കാവു കിട്ടേ നിങ്ങേ പോയി ചൊല്ലുങ്ങേ എട്ടടി നീ പാഞ്ച എട്ടടി നാം പാഞ്ചേ അല്ലേ വഴപ്പേ തന്നെ വിടുങ്ങേ പാരുങ്ങേ പാരുങ്ങേ കോപം വന്നാച്ചി കുഴിഞ്ഞിക്കോ ഇടയക്കനിക്ക് കോപം വന്നാച്ചി പാരുങ്ങേ പാരുങ്ങേ കോപം വന്നാച്ചി കുഴിഞ്ഞിക്കോ ഇടയക്കനിക്ക് കോപം വന്നാച്ചി. കോൺഗ്രസ് പുരിയും അവരുടെ സൂത്രമും தெரியும். அவன் ஒற்றிக்கு நின்றால் அவன் ஆரம்பி தெரியும். அது ஏயம் எடி எமக்கு பக்கம் அடிக்க வேண்டாம். ஒட்டிடுவேன் இத்திரி நேரம் ஒத்தியிருந்து கரங்கிட்டும் பிழைஞ்சிட்டும் மோங்கி மோங்கி காத்துக்கு தக்கன நெல்லிக்க வேணும். எங்களை தடுத்து போ. ஓட்டிவிட்டு அகை சடக்கி இவனே வெட்டலாமா தீம்படிச்சு இவன் கையில் காட்டி என்னே பயப்படுத்தலாமா ஒரு சீட்டுக்கு நான் கொண்ட சைக்கா என்ற காலி வீண்டு கெஞ்சி அழந்தே 4 சீட்டு கிட்டி வெட்டி அழுந்தா அப்போ நிலை மறந்து என்ன புத்திச்சே
കരിമ്പൂച്ചകളെ വിളിച്ച് ആ 4 നേതാക്കളും തൂക്കിയെടുത്ത് ഏറ്റിനപ്പുറത്തിട്ടു. ആ 4 നേതാക്കൾ ഡൽഹിയിൽ തിരിച്ചെത്തി. എന്നിട്ട് മോത്തിലാൽ പ്രസ്താവന വന്ന് പത്രങ്ങളിൽ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, തമിഴ് വല്ലാത്ത ഭാഷ മനസ്സിലാകത്തില്ല. ഞാൻ 4 ദിവസം മദ്രാസിൽ നിന്നിട്ട് 2 അക്ഷര പഠിച്ചത്. അതാണ് ജയലളിത. അങ്ങനെ സർവ്വജാതി മത വർഗീയ പാർട്ടികളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഈ റാവു സർക്കാരിന്റെ ഭരണത്തിൽ, കേന്ദ്ര ഭരണത്തിൽ കണ്ണു തൊട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ BJP തീരുമാനിച്ചു. അങ്ങനെയാണ് BJP തീരുമാനമെടുത്തത്. ബാബരി പള്ളി പൊളിച്ച് തലസ്ഥാനത്ത് രാമക്ഷേത്രം പണിയാൻ വേണ്ടി BJP തീരുമാനമെടുത്തു. BJPയുടെ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി ബാബരി ആക്ഷൻ കമ്മിറ്റിയും പ്രമേയങ്ങളും പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു. നമ്മുടെ നാടിന്റെ പോക്ക് ഒരപകടത്തിലേക്കാണെന്ന് മുൻകൂട്ടി കണ്ട ഇടതുപക്ഷ ദേശീയ നേതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരോട് പറഞ്ഞു, ഇരുപക്ഷത്തെയും ഒപ്പമിരുത്തി ചർച്ച നടത്തുക സർക്കാർ, ചർച്ച നടത്തുക സർക്കാർ, ഇരുപക്ഷത്തെയും ഒപ്പമിരുത്തി ചർച്ച നടത്തുക സർക്കാർ, ചർച്ച നടത്തുക സർക്കാർ, യോജിപ്പെങ്കിൽ വെക്കാമെല്ലാം കോടതി മുമ്പിൽ, യോജിപ്പെങ്കിൽ വെക്കാമെല്ലാം കോടതി മുമ്പിൽ, രേഖകളെല്ലാം കോടതി മുമ്പിൽ, രേഖകളെല്ലാം കോടതി മുമ്പിൽ. ഈ ബാബരി പ്രശ്നത്തെ കാര്യത്തിൽ 2 കക്ഷിക്കാരെയും സർക്കാർ വിളിച്ചെടുത്ത് ചർച്ച ചെയ്യണം. ആ ചർച്ച കൊണ്ട് 2 കൂട്ടരും ഭീമപ്പെടുന്നില്ലെങ്കിൽ എല്ലാ രേഖകളും സുപ്രീം കോടതി കൊടുക്കണം. സുപ്രീം കോടതി വിധി 2 കൂട്ടരും അംഗീകരിക്കണം എന്ന ഇടതുപക്ഷ ദേശീയ മുന്നണി നേതാക്കളുടെ അഭിപ്രായം വന്നപ്പോൾ ബാബരി ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ വളരെ നല്ല മാറ്റം വന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും BJPയുടെ തീരുമാനം അവർ കർക്കശമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നേതാക്കൾ പ്രധാനമന്ത്രിയെ കണ്ടത്. പ്രധാനമന്ത്രിയെ കണ്ട് പറഞ്ഞു, പ്രധാനമന്ത്രി, നമ്മുടെ നാട് അപകടത്തിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ദേശീയ കേന്ദ്ര സമിതി വിളിച്ചു കൂട്ടണം, ദേശീയ കേന്ദ്ര സമിതി വിളിച്ചുകൂട്ടി ഈ പ്രശ്നം പരിഹരിക്കണം, ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മനമില്ലാ മനസ്സോടെ ദേശീയ കേന്ദ്ര സമിതി വിളിച്ചുകൂട്ടി. ആ സമിതിയിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് ശേഷം ബാബരി പള്ളി സംരക്ഷിക്കാനും രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും പ്രധാനമന്ത്രിക്ക് എടുക്കാമെന്നുള്ള ഒരു പ്രമേയം CPM ജനറൽ സെക്രട്ടറി സഖാവ് സുർജിത്ത് അവതരിപ്പിച്ചു. ആ പ്രമേയം സമിതി അംഗീകരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടും നമ്മുടെ പ്രധാനമന്ത്രി അനങ്ങിയില്ല. ആയിരക്കണക്കായ കർഷകർ അയോധ്യയിലേക്ക് നീങ്ങി. വടക്കേന്ത്യയിൽ പല സ്ഥലത്തും വർഗീയ കലാപം ആരംഭിച്ചു. അങ്ങ് വടക്കേന്ത്യയിൽ ഈ വർഗീയവാദികൾ പ്രചണ്ഡ ഭരണ കോലാഹലം ആരംഭിച്ചു. അപ്പോഴേക്കും ഇടതുപക്ഷ ദേശീയ നേതാക്കൾ വീണ്ടും പ്രധാനമന്ത്രിയെ കൊണ്ട്, പ്രധാനമന്ത്രി, നമ്മുടെ നാട് കത്തിയേരാൻ വേണ്ടി പോകുന്നു, നൂറ്റാണ്ടുകളായി നാം കാത്ത മതസൗഹാർദ്ദം തകരാൻ വേണ്ടി പോകുന്നു, അതുകൊണ്ട് കേന്ദ്രം ഇടപെടണം, കണ്ണു തുറക്കണം. നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു വളരെ നിസ്സാരമായാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ആരും ഒട്ടും ഭയക്കേണ്ടതില്ല, അരുതാത്തതൊന്നുമേ സംഭവിക്കില്ല, ആരും ഒട്ടും ഭയക്കേണ്ടതില്ല, അരുതാത്തതൊന്നുമേ സംഭവിക്കില്ല. RSS നേതാക്കളെല്ലാം എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടുള്ള ആശങ്ക വേണ്ട. UP മുഖേന കല്യാണ സിംഗും ഇപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞു, തർക്കപ്രദേശത്തിന് പുറം വെച്ചേ കർത്തേവ നടത്തുകയുള്ളൂ, തർക്കപ്രദേശത്തിന് പുറം വെച്ചേ കർത്തേവ നടത്തുകയുള്ളൂ. അതുതന്നെ പ്രതീകാത്മകമായ കർത്തവ്യം നടത്തുകയുള്ളൂ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇടതുപക്ഷ ദേശീയ മുന്നണി നേതാക്കൾക്ക് വാക്കുകൊടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച ഇടതുപക്ഷ ദേശീയ മുന്നണി നേതാക്കൾ ഡിസംബറാണ് കർത്തവർ പള്ളി പൊളിച്ചു എന്നുള്ള വാർത്ത കേട്ട് വെട്ടിത്തെറിച്ചു. ജീവൻ വെടിഞ്ഞും ഭരണഘടന അത് കാത്തുരക്ഷിക്കുമെന്ന് സത്യം ചെയ്ത പ്രധാനമന്ത്രി വഞ്ചിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങളെ വഞ്ചിച്ചു, ഇടതുപക്ഷ ദേശീയ നേതാക്കളെ വഞ്ചിച്ചു, ഇന്ത്യൻ ഭരണഘടനയെ പോലും അദ്ദേഹം വഞ്ചിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ പ്രതീകമായിരുന്ന ആ ബാബരി പള്ളി തകർക്കാൻ ഹിന്ദു വർഗീയവാദികൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു കൂട്ടുനിന്നു. അങ്ങനെയാണ് ആ പള്ളി തകർക്കപ്പെട്ടത്. അങ്ങനെ മതേതരത്വ ഭാരതത്തിന്റെ അഭിമാന സംഭവം, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ താരിക കുടങ്ങളെ തകർത്തു. കല്യാൺ സിംഗ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, ദൗത്യം നിറവേറ്റി ഞാനിത് കൈയൊഴിയുന്ന മുഖ്യമന്ത്രി പദവും ചെങ്കോലും കിരീടവും, ഞാൻ എന്റെ ദൗത്യം നിറവേറ്റി, ഞാനിതാ പോകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പല പ്രധാനമന്ത്രിമാരെയും കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ പല മുഖ്യമന്ത്രിമാരെയും കണ്ടവരാണ്. അതിൽ മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞു, ഞാൻ വിജയിച്ച് അധികാരത്തിൽ വന്നാൽ 100 ദിവസം എന്നൊരു ദിവസമുണ്ടെങ്കിൽ
ഈ രാജ്യത്തെ സാധനങ്ങളുടെ വില താഴ്ത്തി 90 ജൂലൈയിലേക്ക് കുറച്ചു കൊണ്ടുവരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് വോട്ട് മേടിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ 2 ദിവസത്തേക്ക് അങ്ങോട്ട് കയറ്റി. അതൊരു മുഖ്യമന്ത്രിയാണ്. പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടു ജനങ്ങൾ 1957 അദ്ദേഹം മുഖ്യമന്ത്രി അധികാരമേറ്റ് 6 ദിവസം ഒഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്ന് മുതൽ കേരളത്തിൽ ഒരാളെയും ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് മഹാനായ ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതും ഒരു മുഖ്യമന്ത്രി. എന്റെ ദൗത്യം നിറവേറ്റി ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞതൊരു മുഖ്യമന്ത്രി. പള്ളി വിളിക്കാറുള്ള മുഖ്യമന്ത്രിയോ? അതാണ് യു പിയിലെ സ്ഥിതി. യു പിയിലെ പാവങ്ങളായ മനുഷ്യർക്ക് അറിവിന്റെ ദീപം കൊടുക്കാതെ, വിജ്ഞാനത്തിന് വെളിച്ചം കൊടുക്കാതെ വർഗീയതയുടെ കൂരത്തിൽ കെട്ടിയിട്ടു ബി.ജെ.പിക്കാരൻ. അതുകൊണ്ട് അവർ സന്തോഷമായി. ഒരു സർക്കാർ വന്ന് നാഴി അരി, നാഴി നെല്ല്, കൃഷിത്തൊഴിലാളി കൂലി വർദ്ധിപ്പിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പള്ളി പൊളിച്ചു. ബാബരി പള്ളി പൊളിച്ചിട്ട് ലീഗിനോ കോൺഗ്രസിനോ ഹിന്ദുവിനോ മുസൽമാനോ ക്രിസ്ത്യാനിക്കോ വല്ല ഗുണവും കിട്ടിയോ? ഒരു ഗുണവും കിട്ടിയില്ല. 10,000 ആളുകൾ മരിച്ചു, കുറെ സാധനം നഷ്ടപ്പെട്ടു, കുറെ അമ്മപങ്കന്മാർ ബലാത്സംഗിക്കപ്പെട്ടു എന്നല്ലാതെ എന്റെ നേട്ടമുണ്ടായി. നേട്ടത്തെ പറ്റി ഒരാളും ഇത് പറഞ്ഞിട്ടില്ല. സ്നേഹമുള്ളവരെ, ആ ബാബരി പള്ളി തകർക്കാൻ കർഷകർക്ക് പണവും പരിശീലനവും കൊടുത്ത് പറഞ്ഞയച്ചത് 4 ബി.ജെ.പി. സംസ്ഥാന സർക്കാരുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ കലാപം ആരംഭിച്ചു. ബോംബെ നഗരത്തിലെ പ്രസിദ്ധമായ ധാരാവി എന്ന ചേരി പ്രദേശം കത്തിയെരിഞ്ഞു. ആയിരക്കണക്കായ കുടുംബങ്ങൾ ഒന്നുമില്ലാത്തവരായി. ആയിരക്കണക്കായ കുടിലുകൾ കത്തിയെരിഞ്ഞു. ഉമ്മമാരും ബാപ്പമാരും അച്ഛനും അമ്മയും ആ കുരയോടൊപ്പം ബന്ധു കഴിഞ്ഞു. ബോംബെ നഗരത്തിലെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഓരോ ഫ്ലാറ്റിന്റെയും ആധികാരിക രേഖ ബി.ജെ.പിക്കാരന്റെ ശിവസേനക്കാരെ കയ്യിലുണ്ട്. ആ രേഖ വെച്ചാണ് മുസ്ലിം കുടുംബങ്ങളെ ആക്രമിച്ചത്. വളരെ കേരളമായ ശിവസേനക്കാർ ആഗ്രഹം നിഷേധക്കാരുടെ മുതലുകൾ പിടിച്ചെടുക്കാൻ, അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ ആഗ്രഹം സബലീകരിക്കാനാണ് ശിവസേനക്കാരും ബി.ജെ.പിക്കാരും വർഗീയ ഫാസിസ്റ്റുകളും മാഫിയ സംഘവും ബോംബെ നഗരത്തിൽ അഴിഞ്ഞാടിയത്. ദിവസങ്ങളോളം ആ ക്രൂരന്മാർ അഴിഞ്ഞാടിയതിൽ 6000-ഓളം മനുഷ്യരെ ആ ആക്രമികൾ വെട്ടിയും കുത്തിയും ചുട്ടുകഴിച്ചും കൊന്നു. പിറന്ന മണ്ണിൽ ആരോരുമില്ലാതെ ഒന്നുമില്ലാതെ നിൽക്കുന്നു ആയിരക്കണക്കായ പാവങ്ങൾ. ജനിച്ച മണ്ണിൽ അഭ്യർത്ഥിക്കാതെ നിൽക്കുന്നു ആ പാവങ്ങൾ. അവർ ഈ വർഗീയവാദിയോടും രാജ്യം ഭരിക്കുന്നവരോടും ഒരു ചോദ്യം ചോദിക്കുന്നു. ഉറ്റവരും ഉടയവരും പോയി, പെറ്റു വീണ കുടിലും പോയി, അന്നുവരെ നേടിയതൊക്കെ ഇന്നവർക്കു നഷ്ടമായി. ജന്മനാട്ടിൽ അഭയാർത്ഥികളായി കഴിയുന്ന നിരവധിയായി. ഇവരോട് ക്രൂരത ചെയ്യാൻ ഇവരെന്തു വിളിച്ചു പറയും? വർഗീയ ഭ്രാന്തന്മാരെ, അധികാരം കൈയാടുന്ന ഭരണക്കാരെ. ഉറ്റവരും ഉടയവരും പോയി, പെറ്റു വീണ കുടിലും പോയി, അന്നുവരെ നേടിയതൊക്കെ ഇന്നവർക്കു നഷ്ടമായി. ജന്മനാട്ടിൽ അഭയാർത്ഥികളായി കഴിയുന്ന നിരവധിയായി. ഇവരോട് ക്രൂരത ചെയ്യാൻ ഇവരെന്തു വിളിച്ചു പറയും? വർഗീയ ഭ്രാന്തന്മാരെ, അധികാരം കൈയാടുന്ന ഭരണക്കാരെ. ആ ചോദ്യത്തിന് മറുപടി ഇന്നല്ലെങ്കിൽ നാളെ ഈ വർഗീയവാദികളും രാജ്യം ഭരിക്കുന്ന ഭരണക്കാരും പറയേണ്ടി വരും. അതാണ് ചരിത്രം. സ്നേഹമുള്ളവരെ, 6-ാം തീയതി ബാബരി പള്ളി സംരക്ഷിക്കാൻ എനിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് 7-ാം തീയതി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ യു പി മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെ ഒന്ന് വിശ്വസിച്ചു പോയി. അതാ അദ്ദേഹത്തിന്റെ മറുപടി. ആ മറുപടി ആരും വിശ്വസിച്ചില്ല. 8-ാം തീയതി അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരള മുഖ്യമന്ത്രി കരുണാകരൻ കളവ് പറയും പോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ദിവസത്തിൽ 8 പ്രഖ്യാപനം. നേരം പറഞ്ഞ വലുതേക്ക് മുമ്പേ ഒരു പ്രഖ്യാപനം നടത്തും നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു, 8-ാം തീയതി അദ്ദേഹം പറഞ്ഞു, ആ പള്ളി തകർക്കാൻ പണവും പരിശീലനവും കൊടുത്ത് പറഞ്ഞയച്ചവരെ എനിക്കറിയാം. അവരാരാലും ശരി, സർക്കാർ അവരുടെ മേൽ കർശനമായ നടപടി സ്വീകരിക്കും. മാത്രമല്ല, ആ പള്ളിയിൽ അതേ സ്ഥലത്ത് തന്നെ സർക്കാർ മുസ്ലിങ്ങൾക്ക് പള്ളി പുനർനിർമ്മിച്ചു കൊടുക്കും. ആ പ്രഖ്യാപനം വന്നപ്പോഴാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ സന്യാസിമാർ കണ്ണൂരിട്ടിയത്. പ്രധാനമന്ത്രി നോക്കി കണ്ണൂരിട്ടി. പ്രധാനമന്ത്രി പൊഴിച്ചു പോയി. അമ്പലവും പള്ളിയും പോയി. പിന്നീട് അദ്ദേഹം ബാബരി പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഒരു പാക്കേജ് പദ്ധതി കൊണ്ടുവന്നു. അമ്പലവും പള്ളിയും പണിയാനുള്ള കമ്മീഷൻ വെക്കും. ആ പള്ളിയുടെ സ്ഥലത്ത് പണ്ട് അമ്പലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സുപ്രീം കോടതിയുടെ ഒരു അഭിപ്രായം ചോദിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാർ നേരിട്ട് ഭരിക്കുന്ന യു പി സാധാരണ ഉദ്യോഗസ്ഥൻ ആ പള്ളി തകർത്ത സ്ഥലത്ത് തൽക്കാലം കെട്ടിയുണ്ടാക്കിയ രാംലാലയിൽ 10 ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം കൊടുത്തു. അദ്ദേഹത്തിന്റെ അധികാരപത്രത്തിൽ അദ്ദേഹം വിശദമായി പറയുന്നു, 20 അടി ദൂരെ നിന്നിട്ടാകാം ഭക്തർക്ക് ദർശനം, പ്രതിഷ്ഠാദൃഷ്ടിയിൽ പതിയും വിധമാകേണം, ശിലകളെ പരിപാലിച്ചു സംരക്ഷ ഉറപ്പാകേണം എപ്പോഴും.
മഞ്ഞും മഴവെയിലെന്നിവയേൽക്കാതെ ശിലകളെ രക്ഷിക്ക നിത്യവും. അതുപോലെ സന്യാസി പൂജാരി മുതലായവർക്കും തടൈവജാ സൗജന്യമായി നൽകുക കമ്പിളി വസ്ത്രങ്ങളൊക്കെയും സന്ദർശകർക്കും അതുപോലെ നിത്യവും. ദർശനം ദർശനേ ദർശനേ സ്പർശനേ. ഭക്തിജനങ്ങൾക്ക് വരാൻ പ്രാർത്ഥിക്കാം, പക്ഷേ സ്പർശനേ, വിഗ്രഹം തൊട്ടുപോകരുത്. അതാണ് യു പി ഉദ്യോഗസ്ഥരുടെ കൽപ്പന. വിഗ്രഹം തൊട്ടുപോകരുത്. പ്രാർത്ഥിക്കാം, 20 ദൂരെ നിന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് പോകാം, പക്ഷെ തൊട്ടുപോകരുത്. പക്ഷെ അതിനു മുമ്പ് നല്ല വിഗ്രഹമൊക്കെ BJP-ക്കാർ കട്ടു. ഒരു കൂട്ടർ വള്ളി വലിക്കുമ്പോൾ ഒരു കൂട്ടർ വിഗ്രഹം വെക്കുക. നല്ലത് കിട്ടിയടാ, ഇത് സ്വർണ്ണ വെച്ചു. വേറെ ഒന്ന് കിട്ടിയടാ, ഇത് പഞ്ചലോഹാണ് വെച്ചോ. വേറെ കുറച്ച് വലിപ്പമുണ്ട് കിട്ടി, ലക്ഷ്മണൻ്റെതാ കുറച്ച് വലിപ്പമുണ്ട് വിഗ്രഹം, അത് മൂട്ടാൻ തരില്ല, അപ്പടാ ഇവിടെ തിരി. അങ്ങനെയാ കൊണ്ടുപോയത്. ബോംബെ നഗരത്തിൽ വിട്ടത് BJP-ക്കാരൻ ഭക്തിയും തമ്മിൽ എന്ത് ബന്ധാ? കടലും കടലായും തമ്മിൽ ബന്ധാ. BJP-ക്കാരൻ ഭക്തിയും ഉള്ള വിഗ്രഹമൊക്കെ അന്നേ കട്ടുകൊണ്ടുപോയി. ഇത് താൽക്കാലിക വിഗ്രഹം, ആ വിഗ്രഹം പോലും എടുത്ത് മാറ്റാൻ പാടില്ല എന്നാണ് യു പി ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. റാവു സർക്കാർ നേരിട്ട് ഭരിക്കുന്ന യു പി ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. അതൊന്നും ലീഗുകാരോട് പറഞ്ഞൊരു കാര്യമില്ല, നമ്മൾ കേൾക്കാൻ പറയാം. സ്നേഹമുള്ളവരെ, അങ്ങനെ ആ വിഗ്രഹം അവിടെ പ്രാർത്ഥിക്കാൻ സൗകര്യം കൊടുത്തു. അതോടുകൂടി നമ്മുടെ ഈ വീണ്ടും കലാപം ആരംഭിച്ചു. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ 4 കൊല്ലത്തേക്ക് മൊറട്ടോറിയം മുണ്ടിപ്പോകരുത്. 4 BJP സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടതും വർഗീയ കക്ഷികൾ നിരോധിച്ചതും കാപട്യമായിരുന്നു എന്ന് കൂടുതൽ ജനങ്ങൾ ബോധ്യപ്പെട്ടു. ഓർക്കുന്നില്ല ആ സംഭവം? വർഗീയ പാർട്ടികളെ പിരിച്ചുവിടുമെന്ന്, നിരോധിക്കുമെന്ന് പ്രധാനമന്ത്രി 4 ദിവസം മുമ്പേ മുൻകൂട്ടി പറഞ്ഞു. ഓർക്കുന്നില്ല ആ സംഭവം? അദ്ദേഹം പ്രഖ്യാപിച്ചു, വർഗീയ പാർട്ടികളെയാകെയും നിരോധിക്കും, വർഗീയ പാർട്ടികളെയാകെയും നിരോധിക്കും, വർഗീയത ഒക്കെയും തടഞ്ഞ് നാട് രക്ഷിക്കും, വർഗീയത ഒക്കെയും തടഞ്ഞ് നാട് രക്ഷിക്കും. വിജയന്റെ പരിഷത്തും ജമായത്തെ ഇസ്ലാമി ബജറംഗ് ദളത്തിന്റെ ISSും RSSും വിജയന്റെ പരിഷത്തും ജമായത്തെ ഇസ്ലാമി ബജറംഗ് ദളത്തിന്റെ ISSും RSSും ഒക്കെയും നിരോധിച്ചിടാനായിട്ടുള്ള പദ്ധതി, ഒക്കെയും നിരോധിച്ചിടാനായിട്ടുള്ള പദ്ധതി മിക്കവാറും 3-4 നാടിനുള്ളിലുണ്ടാകും, മിക്കവാറും 3-4 നാടിനുള്ളിലുണ്ടാകും. വർഗീയ പാർട്ടികളെയാകെയും നിരോധിക്കും, വർഗീയത ഒക്കെയും തടഞ്ഞ് നാട് രക്ഷിക്കും, വർഗീയത ഒക്കെയും തടഞ്ഞ് നാട് രക്ഷിക്കും. വർഗീയ പാർട്ടികൾ നിരോധിച്ചും 4 BJP സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടതും കാപ്പറ്റ്യമായിരുന്നു തെളിഞ്ഞില്ലേ? നിരോധിച്ച RSS അത് കോടതി വിട്ടു. എല്ലാ വർഗീയ പാർട്ടികളും സുഖമായി പ്രവർത്തിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം. നമ്മുടെ കഥ നടക്കുന്ന നമ്മുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം.